ആരൊക്കെയാ? ചതുർവിധാഹ ഭജന്തേ മാം. 4 തരത്തിലുള്ള ആൾക്കാരെ അർജുന എന്റെ അടുത്തേക്ക് വരുള്ളൂ. ജനാഹ സുഹൃതിനോ അർജുന. ഭഗവാൻ പറയാണ്, സുഹൃതികളാടോ ഈ വരുന്നവരൊക്കെ മോശക്കാരൊന്നുമല്ല, എല്ലാരും സുഹൃതികളാ. ആ 4 തരത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാ? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശഭ. ആർത്തന്മാര് എന്ന് പറഞ്ഞാൽ ദുഃഖിതന്മാര്, രോഗങ്ങൾ കൊണ്ടും മറ്റ് ജീവിതത്തിൽ പീഡ അനുഭവിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരും. തീർച്ചയാണ് എന്തൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ആശ്രയം നീയേ ഉള്ളൂ. കാരണം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് കാണുമ്പോഴാണ് അല്ലെ, അതുവരെ നമ്മൾ തന്നെ ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കും. അല്ല, എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെ. കൗരവസഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രത്തിൽ നിന്നും വിമുക്തനാക്കുവാൻ വേണ്ടി ദുശാസനൻ ശ്രമിച്ചപ്പോൾ പാഞ്ചാലി ആദ്യം 2 കൈ കൊണ്ട് ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് കരയുന്നുണ്ട്. മുറുകെ പിടിച്ച്, കഥ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മുറുകെ പിടിച്ചു കരയും. ഭഗവാൻ ഇത് കാണുന്നുണ്ടായത് പിന്നീട് പറയുന്നുണ്ട്. വിതുരര് ഈ കാര്യം ചോദിക്കുന്നുണ്ട്, ഭഗവാൻ അങ്ങ് എന്താ ഇത്ര വൈകിയത് പോകാൻ? കുറെ ഇത്രയും താമസിപ്പിക്കാൻ പാടില്ല. ഒരു ഭക്ത കടന്നിങ്ങനെ കരഞ്ഞ് നിലവിളിക്കുമ്പോഴും ഇത്രയും വൈകിയത് എന്തേ? ആയിട്ടില്ല, സമയമില്ല, വെയിറ്റ് ചെയ്യുന്നു. അത് പാഞ്ചാലിക്ക് ആദ്യം ഒരു ധാരണയുണ്ട്. എന്താ അറിയോ, ഇത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമാണെന്ന്. എൻ്റെ വസ്ത്രം മുറുകെ പിടിക്കുകയാണ്. ആദ്യം ദുശാസനൻ ഒരു കൈ തട്ടി മാറ്റി, 2ാമത്തെ കൈ കൊണ്ട് വസ്ത്രം പിടിച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്ലെ, കൃഷ്ണ ദ്വാരകാവാസി എന്നിട്ട് ഉറക്കെ വിളിച്ചു. ഭഗവാൻ വിളിച്ചു, എവിടെയുള്ള ഭഗവാനല്ലേ, ഞാനിത് ദ്വാരകാവാസിയാണ്. കുറച്ച് 2 കൈയും വിട്ട് പാഞ്ചാലി കൈകൾ മുകളിലേക്ക് ഉയർത്തി എന്താണ് വിശ്വാത്മൻ വിശ്വഭാവന തുടങ്ങിയ സംബോധനയോട് വിളിക്കുമ്പോഴാണ് ഭഗവാൻ പോയത്. മാത്രല്ല കൈ 2 മേലേക്ക് ഉയർത്തി. ഇനി എനിക്ക് ആരും ആശ്രയമില്ല, മനസ്സിലായി? ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല രക്ഷ എന്നുള്ളത്. ഞാൻ വിചാരിച്ചു നോക്കി, കുറെ എൻ്റെ കഴിവുകൾ കൊണ്ട് ശ്രമിച്ചു നോക്കി, പറ്റാതിരുന്നപ്പോൾ ആ സമർപ്പണ ഭാവം ഉണ്ടായപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? പാഞ്ചാലിയെ രക്ഷിക്കുവാൻ വേണ്ടി പോയിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ആർത്തന്മാർ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഭഗവാന്റെ അടുത്തേക്ക് പോകും അല്ലെ. നമ്മളെ പോലെ എന്തൊക്കെ ജീവിതത്തിൽ ഭൗതികമായ പുരോഗതി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഈ പ്രേയസ് എന്നുള്ള മുഴുവൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഭൗതിക പുരോഗതിയാണ് 1ാമത്തെ ലക്ഷ്യം. ഭൗതിക പുരോഗതിക്ക് നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും എതിരല്ല അല്ലെ. ധർമ്മം കഴിഞ്ഞാൽ അടുത്തത് അർത്ഥമാണ് പറഞ്ഞത്. ധനം വേണം, ധനം കൂടിയേ പറ്റൂ. അതുകൊണ്ട് ധനം സമ്പാദിക്കുന്നതിന് ഭാരതീയ ശാസ്ത്രങ്ങൾ ഒട്ടും എതിരല്ല. നമുക്ക് പണ്ടേ ആരോ പറഞ്ഞു തന്നല്ലേ, എന്താണ്, അയ്യോ പണത്തോടുള്ള പണം വേണം, തീർച്ചയായും വേണം, പക്ഷെ അത് ധർമ്മത്തിന്റെ വെളിച്ചത്തിലുള്ള ധനമായിരിക്കണം എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെ ആരാ ഭഗവാന്റെ അടുത്തേക്ക് പോവും? ആർത്തൻ പോയി. ജിജ്ഞാസു പോവും അല്ലെ. ജിജ്ഞാസു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജ്ഞാതും ഇച്ഛ, ജിജ്ഞാസ, അറിയാൻ താല്പര്യമുള്ളവർ, ഭഗവത് തത്വം അറിയണമെന്ന് ജീവിതത്തിൽ താല്പര്യമുള്ളവർ ഭഗവാന്റെ അടുത്തേക്ക് പോകും. ഒന്നും വേണ്ട, അവരവിടെ നടക്കുന്ന സത്സംഗങ്ങളിലും കാര്യങ്ങളിലും നാമജപത്തിലും ഒക്കെ ഏർപ്പെട്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയൊന്നുമില്ലാതെ തിരിച്ചു വരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ജിജ്ഞാസുക്കൾ. ഭഗവത് തത്വം, ഈശ്വര തത്വം അറിയണമെന്ന് താല്പര്യമുള്ളവർ. പിന്നെ 3ാമത്തെ കൂട്ടർ ഏതാ? അർത്ഥാർത്ഥി. നേരത്തെ ഞാൻ പറഞ്ഞു, അർത്ഥത്തോട് ആർത്തിയുള്ള ആൾക്കാർ, മനസ്സിലായില്ലേ? പണം ജീവിതത്തിൽ വേണം എന്ന ആഗ്രഹമുള്ളവർ വഴിപാട് കൊടുത്തിട്ട് ഭഗവാനെ ഞാൻ അതും ഇതും തരാം, നീ എനിക്ക് ഇതും അതും തരണം അല്ല. അതൊരു പ്രാർത്ഥന അങ്ങനെയാണല്ലോ. ഞാൻ ഇന്നത് നിനക്ക് തരും. ഏത്? 2 ലിറ്റർ പാൽപ്പായസം അങ്ങ് തരും, മനസ്സിലായ? വേണമെന്നുണ്ടോ? എനിക്ക് ഇന്ന ചില കാര്യങ്ങളെല്ലാം നടത്തി തരണം. നടത്തിയില്ലേ ഒരു തുള്ളി ഞാൻ തരൂല, മനസ്സിലായില്ലേ? പണ്ടെങ്ങനെയായിരുന്നു? ആദ്യം ഭഗവാന് കൊടുക്കും എന്നിട്ട് പ്രാർത്ഥിക്കും. ഇപ്പൊ അങ്ങനല്ല, കിട്ടിയാൽ തരും, ഇല്ലെങ്കിൽ ഇല്ല. ഇതൊരു ഭാവമാണ് അല്ലെ, വഴിപാട് നേർന്നു വെക്കുക. അപ്പൊ അതിനും ഭഗവാൻ എതിരൊന്നുമല്ല. ഭഗവാൻ ഇതറിയാം, അർത്ഥാർത്ഥികൾ എൻ്റെ അടുത്തേക്ക് വരൂടോ, സുഹൃതികളാണെന്ന് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് പോണ്ടാന്നും പറഞ്ഞിട്ടില്ല, അവരും പോണം. 4ാമത്തെ കൂട്ടരാണ് ആര്? ജ്ഞാനികൾ. അവർക്കൊന്നും വേണ്ട, മുക്തിയും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ പോയിരിക്കുക, സായുജ്യം അടയുക. ഭഗവാൻ തന്നെ പറയും, 4 പേരും സുഹൃതികളാണ്, പക്ഷെ എനിക്ക് ജ്ഞാനിയോട് ലേശം ഒരു താല്പര്യം അധികം എന്ന് പറയും ഭഗവാൻ. ജ്ഞാനികളോട് ഈ ജ്ഞാനിയുടെ ഭാവമൊക്കെ നമുക്ക് ആവണമെങ്കിൽ
ജീവിതത്തില് വൈരാഗ്യാവസ്ഥ ഇങ്ങനെ ജീവിച്ച് വരണം. അതൊന്നും പെട്ടെന്ന് കിട്ടുന്നൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവർക്കും ജ്ഞാനിയാവാൻ ആവുകയുമില്ല. പക്ഷെ ഭഗവാൻ തീർത്തും പറഞ്ഞു, എന്ത്, ഈ 4 കൂട്ടരും സുഹൃതികളാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാൻ തോന്നുന്നത്. ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുമ്പോൾ എത്ര ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അറിയാം, ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് തൊഴണമെന്ന്. പക്ഷേ അല്ലെ, അവരെ സ്റ്റാറ്റസ്, മറ്റുള്ളവരെന്ത് കാണും അല്ലെ, ഞാൻ എൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ ഉള്ളിൽ കയറിയാൽ ചിലപ്പോൾ അതിനകത്ത് ചവിട്ടി പുറത്താക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്ന് വേഗം തൊഴുത് സല്യൂട്ട് അടിച്ചിട്ട് പോകും. എത്രയോ ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഉള്ളിൽ കയറി ഒന്ന് തൊഴുത് അല്ലെ, ഒന്ന് പ്രദക്ഷിണം വെച്ച് എന്ത് പ്രസാദം തൊടണം. ചെറിയ ആഗ്രഹമൊന്നുമില്ല. എന്നോട് തന്നെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ അവരുണ്ട്, കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കയറിയാൽ ചൊറയാ, നോക്കണം. കയറിയാൽ പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തൊരു ഗതികേടാന്ന് നോക്കി. കയറണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞില്ലേ, എന്തിനാ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്? ഇതൊക്കെ നടക്കണേ, പെട്ടെന്നൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ശബരിമല പോയാൽ അവര് കൈയും കെട്ടി നിൽക്കും, ഇങ്ങനെ എത്തി നോക്കും. ഇങ്ങനെ ആണ്ട് പിടിച്ചു പോയി അല്ലെ, ചിലപ്പോൾ മന്ത്രിസ്ഥാനം ഒന്ന് പോവും. ഇങ്ങനെ ഇത്രേ വേണ്ടു, ഈ കൈ ഇങ്ങനെ എടുത്ത് പിടിച്ചാൽ തീർന്നു. അതിൽ നല്ല എന്താ, ഇങ്ങനെ കെട്ടി ഇങ്ങനെ നോക്കുക, അതിന്റെ ഉള്ളിൽ ഭഗവാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇത് പ്രപന്നനാവുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അല്ലെ. കാർപ്പണ്യ ദോഷോപഹതസ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢചേതഃ എന്നിട്ടാണ് പറയുന്നത് ശ്രേയസ്. ആ പദത്തിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് പോയത്. ശ്രേയസ് എന്താണോ, ഭഗവാനെ ശ്രേയസ് ഉണ്ടാക്കുന്ന, എനിക്ക് ജീവിതത്തില് ശ്രേയസ്, പ്രേയസ് അവിടെ ഇരിക്കട്ടെ, മാറ്റി വെച്ചു, ശ്രേയസ് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് നീ എനിക്കൊന്ന് ഉപദേശിക്കണം. ശ്രേയസാൻ ബ്രൂഹി. മാത്രല്ല ഭഗവാൻ പറഞ്ഞു, ഇല്ല ശിഷ്യ, ഞാൻ നിന്റെ ശിഷ്യനായി. ലാസ്റ്റ് വരിക, ശിഷ്യനായതിന്റെ തെളിവെന്താ അർജുനന്റെ? ശാദ്ധി മാം ത്വാം പ്രപന്നം. പ്രപന്നൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രകർഷേണ പതിച്ചവെന്നർത്ഥം. നന്നായി നമസ്കരിച്ചവനെ പ്രപന്നൻ എന്ന് പറയാം. അങ്ങനെ ഞാൻ നിന്റെ ശിഷ്യനായി, ഞാൻ നിന്നെ നമസ്കരിച്ചു എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത്? അർജുനന് ഉപദേശത്തിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഭക്തൻ എങ്ങനെയായിരിക്കണം? പരിപൂർണമായിട്ടും ഭഗവാനെ സമർപ്പിക്കുന്ന ഭാവമുള്ളവനായിരിക്കണം. എപ്പോഴും സമർപ്പിക്കാൻ സാധിക്കണം മനസ്സുകൊണ്ട്. നിരന്തരമായിട്ട് ഒരു നാമജപം നമ്മുടെ ഉള്ളിൽ ഒരു ഫ്ലോ പോലെ നടക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഈശ്വരനെ ഇഷ്ടമുള്ള ഭാവത്തില്, അതെപ്പോഴും, അത് ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ, നടക്കുമ്പോഴായിക്കോട്ടെ, വാഹനം ഓടിക്കുമ്പോഴായിക്കോട്ടെ, എപ്പോഴും ആ ഇഷ്ടദേവന്റെ നാമം ഇങ്ങനെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാൻ സാധിക്കണം. കുറേ കാലം കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയുണ്ടല്ലോ, പരിപൂർണ ഉറക്കത്തിൽ ഇതിങ്ങനെ ഈ ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ അവസ്ഥയുണ്ട്. അപ്പൊ അത്ര പവറുള്ളതാണ് ഈശ്വരീയ നാമത്തിന്. വേറൊന്നും നമ്മൾ ചെയ്യണ്ട കലിയുഗത്തിൽ. ബാക്കിയൊന്നും ചെയ്യണ്ടെന്നല്ല, പക്ഷെ ഏറ്റവും ചെയ്യേണ്ട കാര്യം ഇതാണ്, നാമജപം. അത് എവിടെയെങ്കിലും ഇരുന്ന് രാവിലെയും വൈകുന്നേരം ഒന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. ഇരുന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റി പറയും നമ്മൾ. ഏകാന്തതയിൽ ഇരുന്ന് നാമം ജപിക്കണം. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേരം അത് നിർബന്ധം. ഒന്നെങ്കിൽ രാവിലെ അല്ല വൈകുന്നേരം നിവർന്നിരുന്ന് ഒരു 108 പ്രാവശ്യം അവനവന്റെ ഇഷ്ടദേവതയുടെ നാമം അല്ലെങ്കിൽ മന്ത്രം ഉരുവിടുക. ഇപ്പൊ പറഞ്ഞു വരുന്നത്, രാമോ രക്ഷതുമാം ചരാചര ഗുരു നാമം രാമം നമസ്യേ സദാ രാമേണേവ സുരക്ഷിതോഹമസകൃത് രാമായ ദത്തം മനഃ. അല്ലെ, രാമനായിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ പരിപൂർണമായും സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ലക്ഷ്മണന് കാണാൻ പറ്റും നമുക്ക്. രാമാദേവ സമുദ്ഭവോ മമ വിഭോ. എന്റെ ഉത്ഭവം, എന്റെ ജനനം അത് ആരിൽ നിന്ന് തന്നെയാണ്? സാക്ഷാൽ രാമനിൽ നിന്ന് തന്നെയാണ്, പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. ഗീതയിൽ പറയാം, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവനാണ് ചോദിക്കുന്നത്. എത്ര നല്ല ഉദാഹരണം. ഒരു കുടം അല്ലെ, ഒരു മൺകുടം, അതിപ്പോ നമ്മുടെ മുമ്പിലൂടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 2 വർഷം മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും അത്. ആ 2 വർഷം മുമ്പ് ഉണ്ടാക്കിയ ആ ഒരു മൺകുടം
അതിപ്പം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അത് എവിടെ ആയിരുന്നു 2 കൊല്ലം മുമ്പ് എന്ന് ചോദിച്ചാൽ മണ്ണിലായിരുന്നു. അവ്യക്താദീനി ഭൂതാനി, അന്നേരം നമുക്ക് അതിനെപ്പറ്റി ധാരണയില്ല. വ്യക്തമധ്യാനി, ഇടക്കാലത്ത് അതൊന്നും ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി കുറെ കാലം കഴിയുമ്പം എന്ത് സംഭവിക്കും? ഇത് പൊട്ടി വീണ്ടും മണ്ണാവും. അവ്യക്ത നിധനാന്യേവ, ഇത് അവ്യക്തതയിലേക്ക് പോവുകയും ചെയ്യും. തത്ര കാ പരിദേവന, ഇവിടെ എന്തിനാണോ ദുഃഖിക്കുന്നത്? ആർക്ക് ദുഃഖമല്ലേ? കുടം പൊട്ടിപ്പോയാല് കുറെ ദിവസം ഉണ്ടായില്ല, അതുകൊണ്ട് നമ്മൾ അലുമിനിയം കലം മേടിക്കും വേറൊന്ന്. പക്ഷെ ഇത് കുടം എന്നുള്ള ഉദാഹരണമല്ല. ഈ കുടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തെയാണ് കുടത്തിന്റെ പ്രതീകമായിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ? അവ്യക്താദീനി ഭൂതാനി, നമ്മുടെ വയസ്സിന്റെ 1 വയസ്സും കൂടെ കുറച്ച് ആ സമയത്ത് നമ്മൾ എവിടെയായിരുന്നു? ഒരു പിടിയില്ല അല്ലെ? അച്ഛന്റെ അമ്മയുടെയും ശരീരത്തിലായിരുന്നു നമ്മൾ. അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിലായിരുന്നു. കർമ്മഫലം അനുസരിച്ച് പുണ്യപാപങ്ങൾ സമമായതിന്റെ ഭാഗമായി നമുക്കിപ്പം എന്ത് കിട്ടി? മനുഷ്യജന്മം കിട്ടി. എന്തിനാ? കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ, ഒന്നെങ്കിൽ കുറെ പുണ്യം ഉണ്ടാവും, പാപം ഉണ്ടാവും, എല്ലാം അനുഭവിച്ച് തീരണം. അതിനു വേണ്ടി കിട്ടിയതാ അല്ലെ? ഭോഗായതനം എന്നാണ് ശരീരത്തെ പറയുക. അത് അനുഭവിക്കാൻ ഈ ശരീരം കിട്ടി. അപ്പം ഒരു കാലത്ത് എവിടെ അവ്യക്തതയിലായിരുന്നു, ഇപ്പോഴിങ്ങനെ വ്യക്തമായിട്ട് മുമ്പിലുണ്ട് ഈ ശരീരം. കുറെ കാലം കഴിയുമ്പോൾ പാഞ്ചഭൗതികമായ ശരീരം എന്താവും? പഞ്ചഭൂതത്തിലേക്ക് തന്നെ പോവും. ഒരാൾ ഇതുപോലെ നിൽക്കൂല അല്ലെ? ശരീരത്തിൽ ആത്മതത്വം ഉണ്ടാകുന്നത് വരെ മാത്രമേ ഇതിന് വിലയുള്ളൂ. ഇത് കഴിഞ്ഞ ആർക്കും വിലയുണ്ടായിനാ? ആർക്കില്ല. ഒരാൾക്കും വേണ്ട. പിന്നെ ഇതിന് ഒരാൾക്കും വേണ്ട. മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാണെങ്കിൽ അല്ലെ, അതും കുറച്ചാൾ കഴിയുമ്പോൾ അവർ കീറി മുറിച്ച് ഉപേക്ഷിക്കും. അപ്പം ഈ പാഞ്ചഭൗതികമായ ശരീരത്തിൽ ആത്മതത്വം ഉള്ളിടത്തോളം കാലം ഇതിന് വിലയുണ്ട്. ജീവന്റെയും അപ്പുറമുള്ള ആത്മതത്വം ഉള്ളിടത്തോളം കാലം, ജീവനെ പോലും സ്പന്ദിപ്പിക്കുന്ന ആത്മതത്വം. അതുകൊണ്ടാണ് നമ്മുടെ വായിലിരുന്ന് ഉമിനീര്, വളരെ ശ്രേഷ്ഠമായ ഉമിനീര് പുറത്തേക്ക് ഒന്ന് തുപ്പിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തൊടാൻ അത് അർപ്പ. അയ്യോ, എന്താ ഇത്ര നേരം എവിടെ ഇരുന്നത്? അവനവന്റെ വായിലിരുന്ന, വേറെ ആരും വായിലൊന്നുമല്ല, നമ്മുടെ മുഖത്തുണ്ടായിരുന്ന. പക്ഷെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അർപ്പാം. എന്തുകൊണ്ടാ? ആത്മതത്വത്തോട് ചേർന്നിരിക്കുമ്പോൾ അതിനും എന്തുണ്ട്? ഈ ആത്മതത്വം ഉണ്ട്, അവിടെ സൗന്ദര്യ. പക്ഷെ ഇതങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ജഡമായി, പിന്നെ ശവമായി. ഇവിടെ ഇരിക്കുമ്പോൾ അത് ശിവമാണ്, വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തായി? ശവമായി. ഇതുപോലെ തന്നെയാണ് ശരീരത്തിൽ നിന്നും ആത്മതത്വം പോയി കഴിഞ്ഞാൽ ഏത് നാട്ടിലായാലും, ഇപ്പൊ മാധവങ്ങൾ എന്റെ നാട്ടിലായാലും ശരി, ഇവിടെ ആയാലും 2 ചോദ്യങ്ങളെ ഏത് നാട്ടിലും ഉണ്ടാവുള്ളൂ. ഒന്ന് അല്ലെ, 2 ചോദ്യം. ഒന്നതാ പുറത്തുനിന്ന് ആരും വരാനുണ്ടാ? ഒന്ന് എത്ര മണിക്കാ? 2. ഈ 2 ചോദ്യം തീർന്നു, വേറെ അധികം ഒന്നും ഇല്ല. ആത്മതത്വം പോയി കഴിഞ്ഞാൽ 2 ചോദ്യങ്ങളിൽ എല്ലാവരും ഒതുക്കും. അതുകൊണ്ട് ഗീത പറയും, ഇതേ വരികൾ രാമായണത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നിങ്ങനെ ആമ്രീഡിതം കലർന്നിടും ദശാന്തരേ. എഴുത്തച്ഛന്റെ വരികളാ. ഞാൻ ബ്രാഹ്മണനാണ് അല്ലെ, അല്ലെങ്കിൽ ഞാൻ ഇന്നതാളാണ്. എന്തായാലും സുഹൃത്തെ, മാക്സിമം 120, അതിനപ്പുറം ഒന്നുമില്ല. മാക്സിമം അതിനപ്പുറം ആരും പോയിട്ടില്ല. അത്രയൊന്നും എത്തൂല. മാക്സിമം ഞാൻ പറഞ്ഞു, മിനിമം പിന്നെ നമുക്ക് പറയാൻ പറ്റൂല. എത്ര കാല പറയാ? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എങ്ങനെ. അതാ ഞാൻ പറഞ്ഞ മാക്സിമം 120 വയസ്സാണ് ഒരു പുരുഷായുസ്. ആയുർവേദം പറഞ്ഞത് 120 വയസ്സ് വരെ കൃത്യമായി ഓടിക്കാൻ പറ്റിയ എഞ്ചിനോട് കൂടിയാണ് നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇതിന്റെ സൃഷ്ടി. മനസ്സിലായില്ലേ? ടയോട്ടയെ പറ്റിയൊക്കെ പറയലോ, 10 ലക്ഷം കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ എഞ്ചിൻ കമ്പനി തയ്യാറാക്കി നമ്മളെ മുമ്പിലേക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓടിച്ചാല് 1 ലക്ഷം ആകുമ്പോഴത്തേക്ക് വണ്ടി സൈഡാവും. നമ്മൾ ഓടിക്കൽ അങ്ങനെ ക്ലച്ചെല്ലാം വലിച്ച് പറിച്ചിട്ട് അല്ലേ, അങ്ങനെ ഉള്ള കട്ടറിലെല്ലാം ചാടിച്ച്, അതുപോലെ കണ്ടതെല്ലാം തിന്ന് അല്ലെ, കിട്ടിയെടുത്തെല്ലാം പോയി അല്ലെ, തോന്നിയ പോലെ ഇറങ്ങി, തോന്നിയ പോലെ ഉണർന്ന്, ഇങ്ങനെ ഭോഗത്തിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ 120 പോയിട്ട് 60-70 എല്ലാം കിട്ടിയ വലിയ ഭാഗ്യ. ആയുർവേദം അങ്ങനെ പറഞ്ഞത്. നമ്മുടെ പുരുഷായുസ് പൂർണ്ണമാകുന്നതിന് വേണ്ടി, അത്ര ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചു തന്നത്. ഇതിനെ തന്നത് മനുഷ്യ ശരീരം നമുക്ക് തന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? ബ്രഹ്മാവലോക ധിഷണക്ക് വേണ്ടിയിട്ട്, തിന്നാനും കുടിക്കാനും അല്ല. മനസ്സിലായില്ലേ? ഈശ്വരനെ അറിയുവാനുള്ള ഉപകരണമായിട്ട് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ സെക്കൻഡറി. ഇത്
പ്രധാന കാര്യം. ഇത് ഏറ്റവും പ്രധാന കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് മനുഷ്യന് മാത്രം സാധിക്കുന്ന കാര്യം, ജന്തുക്കൾക്കൊന്നും പറ്റൂല. മനുഷ്യന് മാത്രമാണ് ബ്രഹ്മാവലോക ധിഷണ, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുവാനും അറിയുവാനും പ്രവർത്തിക്കുവാനും ഉള്ള ഒരു ഭാഗ്യം കൊടുത്തിട്ടുള്ളത്. അപ്പം രാമാദേവ സമുദ്ഭവോ മമ വിഭോ, അതാണ് ഞാൻ അവിടെ നിന്നാണ് വീണ്ടും പോയത് അല്ലെ പുറത്തേക്ക്. രാമനിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത്, രാമനിലേക്ക് തന്നെ ലയിക്കും. രാമൻ എന്നുള്ള സ്ഥാനത്ത് ഏത് ഈശ്വരനാണെ നമുക്ക് വെക്കാം. മാത്രമല്ല അടുത്ത ഭാവം എന്താ, ലക്ഷ്മണന്റെ രാമസ്യ ദാസോസ്മ്യഹം എന്നതാണ്. ഞാൻ രാമന്റെ ദാസന. ദാസോസ്മി കോസലേന്ദ്രസ്യ, ഇതേ വാക്ക് രാമായണത്തിൽ വേറൊരാളോട് പ്രയോഗിക്കുന്നുണ്ട്. ആരാ? ഹനുമാന്റെ വാക്കായത്. ദാസോസ്മി കോസലേന്ദ്രസ്യം. എപ്പോൾ? അല്ലെ, രാവണ സഭയിൽ വെച്ച്. ലങ്കയിലെത്തി തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചുറ്റും ചെയ്തതിന് ശേഷം ഈ ഹനുമാൻ ഒരു ആഗ്രഹം, സീതയെ കണ്ടു, ഇനി കണ്ടിട്ട് ഇങ്ങനെ ഒളിച്ചും പാത്തും പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇതിന്റെ മുതലാളിനെ ഒന്ന് കാണണം അല്ലേ. ആരാത്? രാവണൻ. കാണാനെന്താ വഴി? അപ്പോയിന്റ്മെന്റ് എല്ലാം കൊടുക്കാനും സമയമൊന്നുമില്ല ഇപ്പൊ. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നന്ദനവനം ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പം ചോദിക്കുമല്ലോ ഇതാരാന്ന്. അതിൻ്റെ ഉള്ള ഒരു വാനര ചാബല്യങ്ങളോടുകൂടി നന്ദനവനം തകർക്കുമ്പോഴാണ് എടുത്തിട്ട് പോയത് അല്ലെ. ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധവും കഥയെല്ലാം നമുക്കറിയാം. അങ്ങനെ രാവണ സന്നിധിയിലെത്തി നോക്കുന്ന സമയത്ത് എന്താ അവസ്ഥ? രാവണ സന്നിധിയിൽ അല്ലെ ദേവസഭ തോൽക്കുന്ന സഭയാണ് രാവണന്റെ സഭ. അവിടെ എല്ലാവരും ഇങ്ങനെ രണ്ട് നിരകളായിട്ട് ഇരിക്കുകയാണ്, അവരവരുടെ പ്രോട്ടോക്കോളും പൊസിഷൻ അനുസരിച്ച്. രാവണൻ ഉയർന്ന ഒരു ഇരിപ്പിടത്തിൽ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഈ കയറി വന്ന ഹനുമാൻ ഇരിക്കാൻ ഒരു കസേര പോയിട്ട് ഒന്നുമില്ല. അവിടെ ഒരാളെ നിൽക്കുന്നുള്ളൂ. ആരാത്? പ്രഹസ്തൻ എന്ന് പറഞ്ഞ ഒരാളിവിടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. വളരെ പുച്ഛഭാവത്തില് രാവണൻ പറയാണ്, നിൽക്കും പ്രഹസ്തനോട് ചോദിക്കുന്നത്, ഈ വന്നാരെന്ന് ചോദിച്ചേ, എനിക്ക് വർത്താനം പറയാൻ സമയമില്ല. അത്ര പുച്ഛ. നോക്ക, നേരെ ചോദിച്ചാൽ മതി. എന്നിട്ടാ നിൽക്കുന്ന പ്രഹസ്തനോട് ചോദിക്കാണ്, ഈ വന്നിരിക്കുന്നവൻ ആരാന്ന് ചോദിക്കേ. അവിടെയാണ് ഹനുമാന്റെ യഥാർത്ഥ രൂപം നമ്മൾ കാണുന്നത്. ഹനുമാൻ എന്ത് ചെയ്യുന്നറിയോ? ഹനുമാൻ ഏതായാലും ചില്ലറക്കാരനല്ല. സഭായാമപ്യകാതരഃ വാക്പടുർ ധൈര്യവാൻ മന്ത്രി സഭായാമപ്യകാതരഃ സ കേനാഭിപ്രകാരേണ പരേർണ പരിഭൂയത്തെ. ഹനുമാന്റെ ക്വാളിറ്റിയാണ്. വാക്പടുവാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ധൈര്യവാനാണ്, മന്ത്രിയാണ്, സുഗ്രീവന്റെ മന്ത്രിയാണ്. സഭായാമപ്യകാതരഃ, സഭയിൽ ഒരാളെയും പേടിയില്ല അല്ലെ. അങ്ങനെ അത് വലിയ പ്രശ്നമാണ്. സഭയിൽ നമുക്ക് തോക്ക് ചൂണ്ടി നമുക്ക് പേടിയുണ്ടാവില്ല, പക്ഷെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പേടിയാ. ഇങ്ങനെ ചിലർക്ക് വെറുക്കാൻ തുടങ്ങും. ഹലോ എന്ന് വെക്കുമ്പോൾ നമ്മൾ ഒച്ച വെലിങ്ങനെ കേൾക്കും, ഇത് എവിടുന്ന ഇത് അല്ലെ. പിന്നെ ആകെ പോയി ഫുള്ളായിട്ട് ഇങ്ങനെ ധരിക്കാനും തുടങ്ങും ചില ആൾക്കാർ ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ സഭയിൽ പേടിയില്ലാതിരിക്കണത് പ്രത്യേക കഴിവാ. സഭായാമപ്യകാതരഃ, ഒരാളെയും ഭയന്നിട്ടില്ല. സ കേനാഭിപ്രകാരമാണ്, ഒരു തരത്തിലും മറ്റുള്ളവർക്ക് കീഴ്പ്പെടാത്ത ആളാണ് ഹനുമാൻ. ഒരു തരത്തിൽ അത് ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും ആരുടെ മുമ്പിലും ഹനുമാനെ താഴ്ത്തി കെട്ടാനാവില്ല. ഹനുമാൻ എന്ത് ചെയ്യുന്നറിയോ? തന്റെ വാല് ചുരുട്ടി ഒരു ആസനം രൂപത്തിലാക്കിയിട്ട് രാവണന് സമമായി മുമ്പിലിരുന്നു. മനസ്സിലായില്ലേ? ആ രാവണന്റെ സന്നിധിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് രാവണന്റെ കസേരയാ. അതിന് തക്ക രീതിയിൽ ഉയർന്നു നിന്നിട്ട് പറയാണ് ദാസോസ്മി കോസലേന്ദ്രസ്യം. നമുക്ക് കുറച്ച് സംസാരിക്കാനായിട്ട്. മനസ്സിലായില്ലേ? അല്ലാണ്ട് താണ ഇരുന്നിട്ടും ഒന്നും നമ്മളില്ല. നമുക്ക് നേരിട്ട് സംസാരിക്കാം കാര്യങ്ങൾ. അത്ര ഊർജത്തിന്റെ, പൗരുഷത്തിന്റെ, ശക്തിയുടെ ഭാവമാണ് ഹനുമാൻ. അതുകൊണ്ടാണ് ഹനുമാനെ ഉപാസിക്കുന്നവർക്ക് ഈ ശക്തിയുടെ ഒരു ഭാവം കിട്ടുമെന്ന് പറയാൻ കാരണം അതാ. കാരണം ഉപബോധ മനസ്സിൽ ഹനുമാൻ ചിന്ത ഉണ്ടാകുമ്പോൾ ഹനുമാൻ ചെയ്ത പ്രവൃത്തികളും ആ വീരസാഹസങ്ങളും അദ്ദേഹം പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയൊക്കെ തടസ്സങ്ങളെയൊക്കെ ആ ഒരു നേരിടുന്ന ഒരു ഭാവമുണ്ട് കൃത്യമായിട്ട്. അതൊക്കെ ഉള്ളിലേക്ക് കയറി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാവം മുഴുവൻ ഒരു പരിധി വരെ രാമഭക്തനായിട്ടുള്ള ലക്ഷ്മണനിലുണ്ട്. രാമസ്യ ദാസോസ്മ്യഹം രാമേ ഭക്തി രജഞ്ചലാസ്തു ഭഗവൻ. കണ്ടോ? കൃഷ്ണേ ഭക്തി രജഞ്ചലാസ്തു ഭഗവൻ എന്നാണ് മേൽപ്പത്തൂർ എഴുതിയത്. അതാ പറഞ്ഞത്, അവിടെ രാമശബ്ദവും വെക്കാൻ പറ്റിയ പാകത്തിലാണ് ആ ശ്ലോകത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ
അക്ഷരശ്ലോകത്തിന് ജഡ്ജ്മെന്റ് പോയ ഈ കുട്ടികൾ ചില ടെക്നിക്ക് എടുക്കും, അങ്ങനെ മനസ്സിലായില്ലേ? കാ മാറി രാ കിട്ടിക്കഴിഞ്ഞാൽ അവരുടനെ രാമോ രക്ഷതുമാം ചരാചര ഗുരു എന്ന് ചൊല്ലും. ഇനി കായ കിട്ടണമെങ്കിലോ കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരു. ഇനി ദേവം കിട്ടിയാലോ ദേവോ രക്ഷതു. ഒന്നും പറയാൻ പറ്റൂല, എല്ലാ അർത്ഥവും യോജിക്കും. അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം. ഈ 3, 4, 5 അക്ഷരങ്ങളും വാക്കുകൾ മുമ്പിൽ വെച്ച് ഈ ശ്ലോകത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ സൃഷ്ടി മേൽപ്പത്തൂർ നടത്തിയിട്ടുള്ളത്. അപ്പൊ 7 വിഭക്തികളുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഒരു ഭക്തന്റെ എല്ലാ സ്വഭാവങ്ങളും ഇണങ്ങി നിൽക്കുന്ന ലക്ഷ്മണന്റെ ഈ ഭാവം. ആ ലക്ഷ്മണൻ ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. ലക്ഷ്മണന്റെ കോപം അടക്കുക എന്നുള്ളതാണ് രാമന്റെ ലക്ഷ്യം. പക്ഷെ ആദ്യം കോപത്തെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. കോപം എവിടെയാണ് ജീവിതത്തിൽ ദോഷമായിട്ട് മാറുക, ആ അവതരണം വരുന്നു ഓരോന്നും അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു, പ്രശ്നത്തെ പരിപൂർണമായി അനലൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിലേക്ക് കടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലേ, മനുഷ്യ ശരീരത്തെക്കുറിച്ച്, മനുഷ്യ ശരീരത്തിന്റെ നിസ്സാരഭാവത്തെക്കുറിച്ച് പറഞ്ഞു. ശരീരം വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ശീര്യതെ നശിക്കുന്നത് അല്ലെ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിക്കുമേവനും നിർണയം. എഴുത്തച്ഛൻ പറയാണ്, എത്ര നിങ്ങള് പൗഡർ ഇട്ടിട്ടും പുട്ടിയിട്ടിട്ടും അല്ലെ ഭസ്മം തൊട്ടിട്ടും കൊണ്ട് നടന്നോ സുഹൃത്തെ അല്ലെ, പരിധിക്കപ്പുറം നിൽക്കൂല. ഇത് ഒരു പരിധിക്കപ്പുറം പോവില്ല. എന്തുകൊണ്ടാ ഇത് പറയുന്നത്? വ്യാഘ്രിയെ പോലെ ജരയും അടുക്കും അല്ലെ. എന്തായാലും വരും. എത്ര ഒളിപ്പിച്ച് അല്ലെ വെളുത്തതിനെ കറുപ്പിച്ചിരുന്നാലും അതിനിടയിൽ കൂടെ ഓരോന്ന് ഇങ്ങനെ പൊന്തി വരും. എന്നിട്ട് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നിങ്ങനെ ആമ്രേഡിതം. ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നതിന് ആമ്രേഡിതം എന്ന് പറയാം. ആമ്രേഡിതം കലർന്നും ദശാന്തരെ. എന്നിട്ടോ ഒടുവിൽ എന്താ ഇതാവേണ്ടത്? ഒന്നെങ്കില് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകും സുഹൃത്തെ ഇത്, അല്ലെങ്കിലോ വെണ്ണീറായിട്ട് പോകും, അല്ലെങ്കിലോ മണ്ണിന് കീഴായി കൃമികളായി പോകില്ല. ഒന്നെങ്കിൽ കൃമി തിന്നിട്ട് പോകും അല്ലെ. കർമ്മഫലം അങ്ങനെയാണല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറെ കൃമികളെ തിന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൃമി തിന്നും. ഒരു പക്ഷി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഉറുമ്പുകളെ ഇങ്ങനെ കൊത്തി തിന്നു അല്ലെ. ആ പക്ഷി ഒന്ന് ചാവട്ടെ, എല്ലാ ഉറുമ്പുകളും അതിനെ തിന്നു. ഈ കർമ്മഫലം അങ്ങനെയാണ്. ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ദേവരുടെ നേർക്കും ഏത് സമയവും വരും. അപ്പം എന്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ഒക്കെ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നത് ഓർക്ക നീ. അതുകൊണ്ട് നീ ശരീരത്തെ കണ്ടുകൊണ്ട് അല്ലെ, ദേഹോഹം എന്നുള്ള ബുദ്ധി മാനുഷർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നീ ശരീരമാണെന്നും ഞാനും നീയും ശാശ്വത കാലത്തോളം ഈ രാജ്യം നേടിയെടുത്ത് ഇവിടെ വസിക്കുമെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നീ ഇപ്പോൾ എന്താവുന്നത്? പെട്ടെന്ന് ആലോചിക്കാതെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി അച്ഛനെതിരെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെയും പ്രതികരിക്കാൻ വേണ്ടി ഒരുമ്പെടുന്നത്. പറഞ്ഞു വന്നത് ഈ ജ്ഞാനം മുഴുവൻ രാമന് കിട്ടുന്നത് വസിഷ്ഠനിൽ നിന്നാണ്. വസിഷ്ഠൻ ചില്ലറക്കാരനല്ല രാമായണത്തിൽ. വസിഷ്ഠൻ എന്നുള്ള കഥാപാത്രം അതിവിശിഷ്ടമായ ഒരുപാട് സ്വഭാവങ്ങൾ അടങ്ങിയിട്ടുള്ള ആളാണ്. സൂര്യവംശത്തിന്റെ കുലഗുരുവാണ്. നല്ല ക്വാളിറ്റി ഉള്ള ആളാണ്. രാമന് ചെറുപ്പത്തിൽ തന്നെ ഉപദേശിക്കുന്ന വേദാന്ത തത്വങ്ങൾ മുഴുവൻ വാൽമീകി രാമായണത്തിൽ അത് അത്ര നമുക്ക് വിപുലീകരിച്ച് കാണാൻ സാധിക്കില്ല. ഈ തത്വങ്ങളെ മുഴുവൻ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് ലഭിച്ചിട്ടുള്ള യോഗവാസിഷ്ഠം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമായിട്ട് മാറിയിട്ട് തനി കറകളഞ്ഞ വേദാന്താണ്. രാമകൃഷ്ണ മഠത്തിന്റെ മലയാള വ്യാഖ്യാനം ഇറക്കിയിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കിട്ടിയൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും അല്ലെ പുസ്തകങ്ങൾ. എനിക്ക് ആകെ എന്നെ ജീവിതത്തിൽ ആകർഷിക്കുന്ന ഈ ഒരു സാധനമുണ്ട്. വേറെ ഒന്നിനോട് നമുക്ക് അത്ര ആകർഷണത്വം തോന്നില്ല. അതിന്റെ പോരായ്മകളുണ്ട്. വീട് പണിയെടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ണൂർ ഞാൻ പെയിന്റ് വാങ്ങാൻ വേണ്ടി വന്നു. മാമൻ വിളിച്ചിങ്ങനെ പറഞ്ഞു, എടാ ഇതുപോലെ എൻ്റെ മരുമോൻ വരുന്നുണ്ട്, അത്ര പരിചയമുള്ള കടയാ, ഞാൻ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു.
ഞാൻ എന്ത് ചെയ്യും, 1,00,000 രൂപയുമായി ഒരു വണ്ടിയും കൂട്ടി നേരെ കണ്ണൂരെത്തി നോക്കുമ്പോൾ അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോകാൻ നോക്കുമ്പോഴാണ് പോലീസ് മൈതാനിയിൽ പുസ്തകങ്ങൾ നടക്കുന്നുണ്ട്. വെറുതെ കയറിയതാ. എന്ത് സംഭവിച്ചു? 50,000 രൂപ പുസ്തകവും വാങ്ങി, 50,000 രൂപന്റെ കുറേ കാലമായി ലിസ്റ്റ് ഇട്ട് വെച്ച സാധനം മുഴുവൻ ഞാൻ വാങ്ങി വന്നു. പെയിന്റും കാത്തിട്ട് ഇങ്ങനെ പെയിന്റ് പണിക്കാർ വീട്ടിൽ നിൽക്കുക. മാമൻ ഇപ്പോഴും പറയാം, അവന് വിവരം അധികമായി പോയിട്ടാ. ഞാൻ മാമനോട് മാമ പെയിന്റെല്ലാം എപ്പം മണ്ണ അടിക്കും മാമ, എന്തെന്നാ ഇത്, ഇതൊന്നും വലിയ കാര്യമില്ല, വീട്ടില് പോലെ പുറത്ത് പെയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉള്ളിൽ കടന്നൂടെ. ഇത് പറയുമ്പോൾ മാമൻ എപ്പോഴും പറയും നിനക്ക് കേസ് അധികമായിട്ടാ പറയും. ഞാൻ ഒന്നുമില്ല, പെയിന്റ് എത്ര വേണം ഞാൻ അടിക്കും. പക്ഷെ ആ വാങ്ങിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാല് വലിയ മുതൽക്കൂട്ടാ. കുറേയെല്ലാം വായിക്കും, ഇങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പുസ്തകങ്ങള് നമുക്ക് തലമുറകളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ്. നമ്മുടെ മക്കൾക്ക് പിറന്നാൾ വരുന്ന സമയത്ത്, ഞാൻ എപ്പോഴും പറയും, മക്കൾക്കൊക്കെ പിറന്നാൾ വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊടുത്ത ഡ്രസ്സിന്റെ കളർ എന്താ അവരോട് ചോദിച്ചു നോക്കണം, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഇന്നലെ വാങ്ങിക്കൊടുത്ത പോലെ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കുക. നല്ലതായിരിക്കണം. ബോബനും മോളിയും ടോമാഞ്ചെറിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ കുറെ കിട്ടും. പക്ഷെ അതല്ലാണ്ട് ആധ്യാത്മികമായിട്ടുള്ള നല്ല തത്വോപദേശങ്ങൾ രസകരമായ അവർക്ക് പറ്റിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വായിച്ചില്ലോ എന്നല്ല, അത് കൊടുക്ക്. പുസ്തകത്തിന് പ്രത്യേകത, വായിച്ചു കഴിഞ്ഞാൽ ഒരാളെടുത്ത് ചാടൂല, കളയോ ഇല്ല, കത്തിക്കോ ഇല്ല, അത് എവിടെയെങ്കിലും സൂക്ഷിക്കും, ഉറപ്പാ. നമ്മളെടുത്ത് കൊണ്ട പുഴയെ ചാടുവൊന്നുമില്ല. മറ്റേത് നമ്മൾ ശരിയാണ് അല്ലേ. വസ്ത്രങ്ങൾ നമ്മൾ ആ വിചാരം നമ്മൾ ദാനം ചെയ്യാന്നോ, ദാനമാണോ അല്ല. വീട്ടിൽ പോയി ഷെൽഫിങ് തുറക്കുമ്പോഴത്തേക്ക് ഒരുപാട് വസ്ത്രങ്ങൾ കാലിൽ വന്ന് എത്ര എണ്ണ നമ്മൾ നമിക്കലറിയാം. എല്ലാം ഇങ്ങനെ നമിക്കും, എല്ലാം ഇങ്ങനെ എടുത്തു വെക്കും. എന്നിട്ട് ആ സമയത്താണ് വീടിന്റെ സൈഡിൽ കൂടെ ആര് വരുന്നത്, അല്ലെ വെള്ളപ്പൊക്കക്കാർ വരുക. അപ്പൊ നമ്മളെന്ത് ചെയ്യും, എല്ലാം എടുത്തു കൊടുക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മളെ പോലെ ദാനം ചെയ്യുന്ന ആരുമില്ല. വേസ്റ്റ് മാനേജ്മെന്റ് അതിന് പറയുന്ന പേര് കേട്ടോ, ദാനം എന്നൊന്നും പറയാൻ പാടില്ല. അതിനുള്ള ശിക്ഷ ഇങ്ങനെ ലോകത്ത് ഭഗവാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പരലോകത്ത്. ഇത് നമുക്ക് വേണ്ടാത്ത ഒരു സാധനം എടുത്ത് വേറെ ആർക്കും കൊടുത്ത ദാനം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയില്ല, പറ്റില്ല. ദാനം ച പുനർഗ്രഹണായ സുസ്വത്വ നിവൃത്തിപൂർവകം പരസ്വത്വോപകാരം എന്നാണ് പുരാണങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടമുള്ള വസ്തു കൊടുക്കണം. അതായത് ഇന്നലെ വാങ്ങിയ വസ്ത്രം കല്യാണത്തിന് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും ഞാൻ എടുത്തു കൊടുത്താൽ അതിന്റെ പേരാണെന്ത്, ദാനം. നടന്നു തന്നെ നടക്കൂല, കുറച്ച് പ്രയാസമുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പറയേണ്ട പേര് ആരോടും ചോദിച്ചാൽ പറയണം, കുറച്ച് വേസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ, 16 ചുരിദാർ, 32 സാരി അല്ലെ, 4 പെയിന്റ്, 2 കൂട്ടും, ഇത് എവിടെ കളയാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് ഒഴിവാക്കി ശല്യം, എന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കുന്ന എനിക്കറിയില്ല. അങ്ങനെ പറയണ്ടേ. ദാനം എന്നൊന്നും ഇതിലൊന്നും അഭിമാനിക്കാൻ പറ്റില്ല. ദാനമല്ലത്. ദാനത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. അങ്ങനെ ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ കർണനെയൊക്കെ ദാനവീരനായിട്ട്, കർണൻ അത്ര ദാനവീരൊന്നും അല്ല, ഒന്ന് പകരം കൊടുത്തിട്ടാണ് ഒന്ന് വാങ്ങുന്നത്. പക്ഷെ എന്നാലും കർണൻ ഇങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട സാധനം പെട്ടെന്ന് കൊടുക്കും. ഒരു മഹാഭാരതത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട് അതിനെക്കുറിച്ച്. ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ കർണന്റെ കൊട്ടാരത്തിലെത്തി. കർണൻ വലിയ ദാനധർമ്മിഷ്ഠനാണെന്ന് കേട്ടിട്ട് ഒന്ന് പരീക്ഷിച്ചു കളയാൻ. എന്താ ചോദിച്ചത്, ആ സമയത്താണ് ഈ കർണൻ കുളിക്കുവാൻ വേണ്ടി എണ്ണ തേക്കാൻ ഒരുമ്പിടാണ്. കയ്യിലെന്തുണ്ട്, സ്വർണ്ണപാത്രമുണ്ട്, അതിന് ചുറ്റും രത്നങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരീരത്ത് തേക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, കർണ എനിക്ക് ആ സ്വർണ്ണപാത്രം തരുമോ എന്ന് ചോദിച്ചു. കർണൻ പറയുന്ന കൊടുത്തു. ശ്രീകൃഷ്ണൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാഞ്ഞത്? ഏത് കയ്യിലാണ് പാത്രം ഉള്ളത്? ഇടത് കൈ അല്ലേ. നമ്മൾ എന്താ പൊതുവെ ഒരു ധാരണയുണ്ട്, എന്തത്, ഇടത് കൈ കൊണ്ട് കൊടുക്കാൻ പാടില്ല അല്ലെ, ഇടത് കാൽ വെച്ച ഒരു സ്ഥലത്തും കയറാൻ പാടില്ല, ഇടത് കൈ കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഇടത് കാൽ വെച്ചിട്ടാണ് ഹനുമാൻ എടുത്തേക്ക് കയറുന്നത്, ലങ്കയിലേക്ക് കയറുന്നത്. ഉടൽ കടുകിനോട് സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടക്കാൻ തുടങ്ങും ദശാന്തരെ, കഠിനതരമലറിയൊരു രജനി ചരിവേഷയായി കാണായിദാശുലങ്കാശ്രിയേയും തഥാ. രാമായണത്തിലെ വരിയാണ്. ഉടൽ കടുകിനോട് സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചിട്ട്, ഹനുമാൻ ഇടത്തുകാൽ വെച്ചിട്ടാണ് ഇവിടത്തേക്ക് കയറുന്നത്, ലങ്കയിൽ കയറുന്നത്. അവിടെ സ്ഥിരതാമസത്തിനും ടൂറിനൊന്നും പോയതല്ല. കയറുമ്പോൾ തന്നെ ഒരു ഉദ്ദേശമുണ്ട്, എന്തെന്ന് ഇതിനെ മുഴുവൻ നശിപ്പിക്കണം. അപ്പൊ അതിലൂടെയാണ് നമ്മുടെ ഒരു സംസ്കാരത്തിലേക്ക് ഈ ചിന്തയൊക്കെ വന്നിട്ടുള്ളത്. ഏത്, ഇടതുകാല് വെച്ച ഒരു സ്ഥലത്തും കയറാൻ പാടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു, ലങ്ക അതോടുകൂടി നന്നായി. അപ്പൊ ഇടതുകാല് വെച്ച് കയറാൻ പാടുണ്ട. ഹനുമാന്റെ ഒറ്റ ചവിട്ടോടുകൂടി ലങ്ക നന്നായി, പിന്നെ ഒരു പ്രശ്നമില്ല.
ലങ്ക എന്നുള്ള രാജ്യത്തെ ശുദ്ധീകരിച്ചത് ഹനുമാനാ. അപ്പൊ പ്രശ്നമാണോ? അതാണ് ധർമ്മചിന്തയിൽ അങ്ങനെയുണ്ട്, മനസ്സിലായി? അപ്പൊ ഇവിടെ ഇടത് കൈ കൊണ്ട് കൊടുക്കുക എന്നുള്ളതും ഒരു അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണൻ അത് ചോദിക്കാൻ മടിച്ചില്ല. അല്ല, വീട്ടിൽ വന്നിട്ട് നമ്മളാണ് എന്ത് ചെയ്യും, ഓൻ എനിക്ക് തന്നു, പക്ഷെ എങ്ങനെയാ ചോദിക്കുക? നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെറുക്ക ഭാര്യയോട് പറയാം അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ വീട്ടിൽ വന്നിട്ട് സത്യഭാമയോട് ചോദിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയാലും പാത്രം, പക്ഷെ ആ കർണൻ തന്നത് ശരിയായോ എന്ന്. എങ്ങനെയാ? പക്ഷെ ശ്രീകൃഷ്ണൻ ഭഗവാൻ അന്നേരം തന്നെ ചോദിച്ചു, കർണ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇതെനിക്ക് തന്നത്? അപ്പൊ കർണൻ പറഞ്ഞു, ഞാൻ പരിപൂർണ സമർപ്പണ ഭാവത്തിലാണ് തന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് നീ ഇടത് കൈ കൊണ്ട് തന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഭഗവാനെ, മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തറിയാം? ഇടത് കൈയിൽ നിന്ന് വലത് കൈയിലേക്ക് വരുന്ന സമയം മതി എന്ത് ഇതൊന്നും മാറാൻ. നിങ്ങൾ ചോദിച്ചു തരുമോന്ന്, ആ സമയത്ത് എന്റെ മനസ്സത് കൊടുക്കുവാൻ പരിപൂർണ പാകത്തിലായിരുന്നു. ഇത് ഇവിടത്തേക്കെല്ലാം വെച്ച് കൈയെല്ലാം കഴിയിട്ട് വരുമ്പോൾ ചിന്തിക്കുക, ഇത് കൊടുക്കണോ ഭഗവാനെ, അല്ലേ? അല്ല ഇത് പാർത്ത് വേറൊന്നും കൊടുത്താൽ പോരെ, ഇങ്ങനത്തെ ഒന്നും അല്ല, ഇങ്ങനത്തെ ഒറ്റ ഒന്നല്ലേ ഉള്ളൂ, മനസ്സിലായി? അപ്പൊ അതാണ്, കൊടുക്കുന്നവന്റെ മനസ്സിനാണ് ഏറ്റവും പ്രാധാന്യം. മഹാഭാരതത്തിൽ പല ഉദാഹരണം മനസ്സോടുകൂടിയാ കൊടുക്കേണ്ടത്. ഹ്രിയാദേയം എന്ന് പറയും. എങ്ങനെ? ദാനം കൊടുക്കുന്ന സമയത്ത് ലജ്ജയോടുകൂടി കൊടുക്കണം. ഇത്രയല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി. ഭിയാദേയം, ഭയത്തോടുകൂടി കൊടുക്കണം. ഈ കൊടുത്ത ആൾക്ക് ഇത് പൂർണ്ണമായി ഉപകാരപ്പെടില്ലേ ഭഗവാൻ, അത്ര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയാ, ദാനം എന്ന് പറയാ. ഏറ്റവും പ്രയാസമാണ് ചെയ്യലുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എന്തെങ്കിലും. ഇതേപോലെയാണ് ഒരു കഥ അല്ലേ? ഒരേപോലെ തന്നെ മഹാഭാരതത്തിൽ തുല്യമായിട്ടുള്ള കഥയുണ്ട്. ഒരിക്കൽ യുധിഷ്ഠിരന് അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാൻ ഇതേപോലെ ഒരു ആവശ്യം വന്നു. എന്തോ യാഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉണങ്ങിയ ചന്ദന വിറകുകൾ വേണം. ഉടനെ പോയി ചോദിച്ചു. ആ കഥയും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒക്കെ മഹാഭാരതത്തിലുള്ള ചെറിയ ചെറിയ കഥകളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ കഥകളൊക്കെ മഹാഭാരതത്തിലേക്ക് വന്നു ചേർന്നാണോ നമുക്ക് അറിയൂല. കാരണം 1.25 ലക്ഷം ശ്ലോകമുണ്ട് മഹാഭാരതം. എന്തുണ്ടാക്കി മഹാഭാരതത്തിൽ ഉണ്ട് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെയുണ്ട്. ആരന്വേഷിക്കാൻ? മഹാഭാരതം ഏറ്റവും കൂടുതൽ ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ വലിപ്പം തന്നെയാണ്. മഹത്വാത് ഭാരവത്വച്ച മഹാഭാരതം ഉച്ചത എന്ന് പറയാം. ഒന്ന് ഇതിന്റെ വലിപ്പം, ഒന്ന് ഭാരവും. ഞാൻ തന്നെ മഹാഭാരതം മുഴുവൻ വായിച്ചു തീർത്ത് 7 കൊല്ലം എടുത്തിട്ടാ. ചൗക്കമ്പേന്ന് പുസ്തകം വരുത്തിട്ട് 7 കൊല്ലം വായിച്ചു ഒന്ന് തീർക്കാൻ. ഇതിന്റെ പ്രശ്നം വെച്ചാൽ മുമ്പോട്ട് വായിക്കും തോറും പഴയ കഥകളിൽ സംശയം വരും, പുറകോട്ട് വായിക്കേണ്ടി വരും. പുറകോട്ടും വായിച്ച്, അതുകൊണ്ട് എന്തും മഹാഭാരതത്തിലുണ്ട്. പല കഥകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇത് അതിലുണ്ട് കേട്ടോ. ആരും അന്വേഷിക്കാനാ? ഒന്നും നമ്മളെ വീട്ടിൽ മഹാഭാരതം ഇല്ല. എന്താണ് മഹാഭാരതം വെച്ചാൽ എന്തുണ്ടാവും എന്ന് പറയും? കലഹവും ഉണ്ടാവും. അതുകൊണ്ട് മഹാഭാരതം പണ്ടേ എടുത്ത് കത്തിച്ചോണ്ട് ഇപ്പൊ ഒരു കലഹത്തിന് കുറവില്ല. എന്നിട്ട് മനസ്സിലായി, ഇപ്പൊ വളരെ ശാന്തിയും സമാധാനമാണ് വീടുകളിൽ. ഉള്ള മഹാഭാരതം മുഴുവൻ നമ്മൾ എടുത്ത് ഉപേക്ഷിച്ചു. അപ്പൊ ഈ ചന്ദന മരത്തിന് ആവശ്യം വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ നേരെ പോയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു. അത്രേ ആരോട്? ആദ്യം യുധിഷ്ഠിരനോട് ചോദിച്ചു. യുധിഷ്ഠിരനും നാട് മുഴുവൻ ആൾക്കാരെ അന്വേഷിക്കാൻ വിട്ടു, എവിടെ നിന്നും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. വിട്ടെ, മഴക്കാലാണ്, ഒരു തരി കിട്ടാനില്ല. ഇതേ കൃഷ്ണൻ കർണനോട് ചോദിച്ചു. കർണൻ പറയും, മഴയാണ് ഭഗവാൻ, നിൽക്കൊരു മിനിറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ എന്താ ചെയ്ത്? താൻ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ, അത് ചന്ദനമരത്തിന്റെ കട്ടിലാ. അത് എടുത്തിട്ട് എന്ത് ചെയ്തു? പീസ് ആക്കിയിട്ട് കൃഷ്ണന് കൊടുത്തു. ആവശ്യത്തിന് വിറകുണ്ട്, ഇഷ്ടം പോലെ എടുത്തു. ഇതാണ് ഈ മനസ്സെന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നത്. ദാനത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ഒരു പരിധി വരെ കർണനെ വളർത്താൻ കാരണം. പക്ഷെ കർണന്റെ ഒരുപാട് കൊള്ളരായ്മകളൊക്കെ മഹാഭാരതത്തിലുണ്ട്. കർണൻ അത്ര ധീരനായിട്ടുള്ള, വീരനായിട്ടുള്ള, അവൻ അത്ര ഉയർത്തി കാണിക്കേണ്ട ഒരു കഥാപാത്രമൊന്നുമല്ല. ക്വാളിറ്റി ഉണ്ട്, ശരി തന്നെ, ഒരുപാട്. പോട്ടെ, അതുമല്ല നമ്മളെ വിഷയം. ഞാനിങ്ങനെ വിട്ടുപോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ദേഹോഹം എന്നുള്ള ബുദ്ധി കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ പെരുമാറുമ്പോൾ ആത്യന്തികമായിട്ട് നിനക്ക് ശാന്തിയും സമാധാനവും ലക്ഷ്മണ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നിനക്ക് വിദ്യ വേണം. അവിടത്തേക്കാണ് ഈ ശ്രീകൃഷ്ണൻ മറ്റേ ആരെ പറഞ്ഞ് ശ്രീരാമൻ എത്തിക്കുന്നത്. നിനക്ക് വേണ്ടത് വിദ്യയാണ്. എന്ത് വിദ്യ? സംസാരകാരിണിയായത് അവിദ്യയാണ്. ഈ ലോകത്ത് ജനനം കിട്ടിക്കഴിഞ്ഞാൽ നൈമിഷിക സുഖങ്ങൾക്ക് പുറകെ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അവിദ്യ എന്ന് പറയും. പക്ഷേ നിനക്ക് ശാശ്വതമായ സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു വിദ്യയുണ്ട്. അത് ഏതാണ്? അധ്യാത്മവിദ്യയാണ്.
നോക്കൂ, ആ ഒരു ഉപദേശം ഇങ്ങനെ പറഞ്ഞ് ലോകത്തിന്റെ ഗതികളെക്കുറിച്ചും കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് അവനോൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ശരീരത്തെ ഇതൊന്നും അല്ലടോ എന്ന് പറഞ്ഞിട്ട് അതിനെ വളരെ നിസാരവൽക്കരിച്ച് കാണിച്ചു അല്ലേ. എങ്ങനെ നിസാരം, ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം അഹങ്കാരം. അതുകൊണ്ട് എന്തു വേണ്ട, ഈ ദേഹവും നിനക്ക് അത്ര പ്രധാനമായിട്ട് നിനക്ക് തോന്നും, പക്ഷേ അതിനേക്കാളും ഉപരി നിന്റെ ഉള്ളിലുള്ള ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് ഒടുവിൽ ഭഗവാൻ എടുത്തേക്ക് ഇത് എത്തിക്കും. നോക്കിയേ, ആകയാൽ മോക്ഷാർത്ഥിയാകെ. നിനക്ക് വേണ്ട ചിന്ത അതാണ്, നീ മോക്ഷാർത്ഥിയാകണം. മോക്ഷം വേണം ജീവിതത്തിൽ, പരമമായ ശാന്തി വേണം. അത് മരിച്ചിട്ട് കിട്ടുന്നല്ല. മോക്ഷം ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല കേട്ടോ, ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല. പിന്നെന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ചിന്തിക്കും, നമ്മളെ ഉദകക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. നമ്മളെ ആധ്യാത്മിക ശാസ്ത്രങ്ങളാണ് പറയുന്നില്ല. എന്തുകൊണ്ട്? അയാളുടെ കർമ്മഫലം അനുസരിച്ച് ഏത് ജന്മം അയാൾ എടുക്കുന്ന വളരെ തീരുമാനമായി. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ആ യാത്ര കുറച്ച് എളുപ്പമാക്കാം. ആത്മാവിന്റെ ഗതിവിഗതികളെ ഒക്കെ അല്പം വേഗത്തിലാക്കാം കർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗരുഡ പുരാണം എടുത്ത് കൃത്യമായിട്ട് വായിച്ചു. അതിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗരുഡ പുരാണത്തിലാണ് നമ്മുടെ ഈ സനാതന ധർമ്മത്തിലെ ഇത്തരം ഈ ആചാരാനുഷ്ഠാനങ്ങളില് ഒരു ആത്മാവിന്റെ ഗതി വിഗതി പ്രേതചിന്ത അതൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗരുഡ പുരാണത്തിൽ. നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ ഗ്രന്ഥങ്ങളൊക്കെ കിട്ടിയാൽ ഒന്ന് മറിച്ചു നോക്കുക. DC ബുക്സ് മലയാള ഭാഷയിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ വായിക്കാൻ കിട്ടും. സംസ്കൃതം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, മലയാള കഥയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മോക്ഷാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യണം? നീ വിദ്യാഭ്യാസം ചെയ്യണം. എന്നിട്ടോ വേണ്ടുന്ന ചിന്ത അപ്പോൾ നിന്റെ ഉള്ളിൽ ഉണ്ടാകും ലക്ഷ്മണ എന്ന് പറയാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചു പറഞ്ഞ് ഈ ലക്ഷ്മണനെ ഭഗവാൻ ആധ്യാത്മികമായ പന്ഥാവിലേക്ക് എത്തിച്ചു. അങ്ങനെ നീ പോകുമ്പോൾ അല്ലെ, വിദ്യാഭ്യാസം ചെയ്യാനാ പറഞ്ഞത്. എന്ത് വിദ്യ നേടാൻ? പരാവിദ്യക്ക് വേണ്ടിയിട്ട്. അപരാവിദ്യ എന്നുള്ള 2 വിദ്യകളില്, ആ വിദ്യകളില് മനുഷ്യന് ഭൗതികമായ പുരോഗതി ഉണ്ടാക്കുന്ന വിദ്യയുണ്ട്. നമ്മളൊക്കെ മക്കളെ സ്കൂളിൽ വിടുന്നത് ഭൗതിക വിദ്യക്ക് വേണ്ടിയിട്ടാണ്. അത് വേണം, കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. അതോടൊപ്പം അതേ കുട്ടികൾക്ക് ധാർമ്മികമായ കാഴ്ചപ്പാടും വീടുകളിൽ ഉള്ളതായ അച്ഛനമ്മമാരുടെ സ്നേഹവും അതോടെ തന്നെ ഉള്ളിലെ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് ഈ അധ്യാത്മവിദ്യ. അതും കൂടെ കിട്ടണം അവർക്ക്. അത് പാരലായിട്ട് നമുക്ക്, അതാണ് പറഞ്ഞത്, നല്ല കഥാപുസ്തകങ്ങളുടെ രൂപത്തിലോ അങ്ങനെയൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കൊടുക്കാനുള്ള സംവിധാനവും നിലവിൽ ഇപ്പോൾ ഇല്ല. അങ്ങനെ കൊടുക്കണം, കേൾക്കണം അവർ. അങ്ങനെ കേട്ട് അവരുടെ ഉള്ളിലേക്ക് ആദ്യം തന്നെ ഈ ധർമ്മചിന്ത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ ഭഗവാൻ തന്റെ ഉപദേശത്തിലൂടെ ഈ ലക്ഷ്മണനെ പരാവിദ്യയിലേക്ക്, അധ്യാത്മവിദ്യയിലേക്ക് എത്തിച്ചു. പിന്നെ വിദ്യാഭ്യാസം നേടണമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. ഇങ്ങനെ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ. നോക്കണേ, അടിയിൽ വരണം കേട്ടോ, ഏകാന്ത ചേതസ. കമ്പനിയായിട്ട് വിദ്യാഭ്യാസത്തിന് പോകാനല്ല പറയുന്നത്. അധ്യാത്മവിദ്യ അത് എങ്ങനെ നേടണം എന്നാ പറയുന്നത്? ഒറ്റക്കായിരിക്കണം. ഏകാന്തത്തിൽ നേടേണ്ട വിദ്യയാണ് അധ്യാത്മവിദ്യ. അത് കൂട്ടത്തോടെ നമുക്ക് ഒരേ പ്രാർത്ഥനയും നാമജപമൊക്കെ നടത്താം. പക്ഷേ അവരവരെ ഉള്ളിൽ ശാന്തിയും സമാധാനവും കണ്ടെത്തണമെങ്കിൽ ജീവിതം ഏകാന്തമായിരിക്കണം. യാജ്ഞവൽക്യ ശിക്ഷയിലെ ഭഗവാൻ യാജ്ഞവൽക്കൻ ഒരു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളെ പറ്റി ഒരുപാട് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് അഹേരിവ ഗണാത് ഭീതഃ അല്ലെ. ലോകത്തിൽ വിദ്യാഭ്യാസം വേണമെന്നുള്ള ആൾക്കാര് എങ്ങനെയുള്ള വിദ്യ, അത് ഏത് വിദ്യ ആയിക്കോട്ടെ, കൂടുതൽ അത് ചേർന്ന് നിൽക്കുക അധ്യാത്മവിദ്യക്ക്. എങ്ങനെയായിരിക്കണം? അഹേരിവ ഗണാത് ഭീതഃ എന്ന് പറഞ്ഞാൽ പാമ്പ് ആൾക്കൂട്ടത്തെ ഭയക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആൾക്കൂട്ടത്തെ ഭയക്കണം എന്നാ പറയുന്നത്. കമ്പനി അടിച്ച് നടക്കുന്നവർക്ക് വിദ്യ ഉണ്ടാവില്ല. അത് അന്നും ഇങ്ങനെ ഇന്നും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അഹേരിവ ഗണാത് ഭീതഃ അല്ലെ. ആൾക്കാരുടെ ഇടയിലേക്ക് ഒരിക്കലും പാമ്പ് കടന്നു വരൂല. ആൾക്കൂട്ടത്തെ പാമ്പിന് ഭയമാണ്. പാമ്പ് എങ്ങനെയാണോ ആൾക്കൂട്ടത്തെ ഭയക്കുന്നത് അതുപോലെ ആൾക്കൂട്ടത്തെ ഭയക്കണം. പിന്നെയോ സമ്മാനാത് നരകാദിവ, സമ്മാനത്തെ
എന്ന് പറഞ്ഞാൽ നമ്മളെ ഉയർത്തി ഉയർത്തി പറയുന്നവനെ നരകം പോലെ വെറുക്കണം എന്നാ പറയുന്നത് യാജ്ഞവൽക്യം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് അല്ലെ. നമ്മളെ പറ്റി ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, വേണ്ടെന്നും വേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറയാൻ തുടങ്ങി എന്താ പ്രശ്നം അറിയാം, പിന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവൻ അത് കേൾക്കാനുള്ളതായിരിക്കും. അത് കേട്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ടാണ് യാജ്ഞവൽക്യം പറയുന്നത് ഇതിനെ വെറുക്കണം ഒരു പരിധി വരെ. എങ്ങനെ? ഒരാളെ തളർത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ പറയുക, അയാളെ കുറ്റം പറയല്ല, വെറുതെ പുകഴ്ത്തിയാൽ മതി. വെറുതെ നിന്നെ പോലെ അല്ലെ, നീ എന്ത് ചോദിച്ചാൽ നടക്കുള്ളൂ, നീ ഒന്നും ചെയ്തിട്ട് തന്നെ പരീക്ഷ പാസ്സാവണം, നിനക്ക് അത്ര ബുദ്ധിയോണം ഒന്നും പഠിക്കൂല. നോക്കൂ നിങ്ങള്, ഒന്നും പഠിക്കൂല എന്നെ. ഇപ്പൊ സത്യത്തിൽ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പേരൻസ് മീറ്റിംഗ് എന്താ പറയുന്ന നമ്മളോട്, ഇവനെ പോലെ മിടുക്കം വേറെയില്ല, എന്തൊരു ബുദ്ധിയാണെന്നറിയാം, പക്ഷെ ശ്രമിക്കൂല. എന്നാ പിന്നെ ആ ശ്രമം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാനും ടീച്ചർ, അതുകൊണ്ട് ഞാൻ പറയുന്നു അല്ലെ. കുട്ടിയുടെ ഇല്ലാത്ത കഴിവുകൾ ഇങ്ങനെ വല്ലാതെ വിരിപ്പിക്കും. അത് കുട്ടിയുടെ മുമ്പിൽ വെച്ച്, ഇവനെ പോലെ ബുദ്ധിയുള്ള ആളെ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഇവന്റെ എന്തൊരു കഴിവും അറിയാം, ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കും, പക്ഷെ മാർക്ക് കുറവാ, അതൊന്നും അറിയില്ല നമുക്ക്. അങ്ങനെയുണ്ട്. ഒരാളുടെ കഴിവില്ലാത്ത കഴിവിനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഈ പണ്ട് രാജകൊട്ടാരത്ത് സ്തുതിപാഠകരുണ്ട് അല്ലെ, അത് ആവശ്യമാണ് രാജാവിന്. അത് രാജാവ് പൈസ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. പണ്ട് കാലത്തെ രാജകൊട്ടാരങ്ങളിൽ ഇപ്പം രാമായണം വായിച്ചു കഴിഞ്ഞാൽ ദശരഥന് സ്തുതി പാടുന്നവരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അതിന് വേറൊരു മനഃശാസ്ത്രപരമായ തലമുണ്ട്. രാജാവ് എന്ന് പറഞ്ഞാല് എപ്പോഴും തല വരുത്ത് നിൽക്കുന്ന ആളായിരിക്കും. നൂറുകൂട്ടം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓരോ ദിവസവും, പല പല പ്രശ്നങ്ങളും. ഇന്ന് അല്ലെ മന്ത്രിസഭ, മന്ത്രി എന്ന വാക്കിന്റെ അർത്ഥമാണ് മനനം ചെയ്യുന്ന എന്നർത്ഥം. മൈക്ക് കിട്ടി പ്രസംഗിക്കുന്നവനല്ല. നാട് മുഴുവൻ നടന്ന് അവിടെയുള്ള ഓരോ ഭരണകാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നു കൃത്യമായി കണ്ട് പതുക്കെ വന്ന് രാജാവിന്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ് ഈ ചങ്ങാതി എന്ത് വിളിച്ചത്, മന്ത്രി. ഇന്ന് മന്ത്രിമാർ എന്ത് ചെയ്യും, മൈക്ക് വെച്ച് പ്രസംഗിക്കും. മന്ത്രിയുടെ പണിയല്ല അത്. മന്ത്രിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് മന്ത്രി എന്ന് പേരിട്ട് പതുക്കെ പറയുന്ന സ്വഭാവം. അത് ഭരണകാര്യം, ആരും പുറത്തറിയാത്ത രാജാവിനോട് സംസാരിക്കും, തീരുമാനം എടുക്കേണ്ട രാജാവാണ്. അങ്ങനെയാണ് ഈ പദം വന്നു ചേർന്നത്, സജീവൻ എന്നുള്ളതിന്റെ പര്യായമായ മന്ത്രി എന്നുള്ള വാക്ക്. മന്ത്രിക്കുന്ന ഭാവമുള്ളവൻ. അങ്ങനെ രാജാവ് എപ്പോഴും ടെൻഷനായിരിക്കും. അങ്ങനെയുള്ള ടെൻഷനെ ഒന്ന് തണുപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാർ കൊട്ടാരത്തിൽ വേണ്ടി വരും. രാജാവേ അല്ലേ, കേവലം കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായിരിക്കും. എങ്ങനെ പൊഴുത്തുക, ഭൂലോകാധിപതി എന്നല്ല വിളിക്കുക അല്ലെ, കേൾക്കാൻ ഒരു സുഖമാണ് നമുക്കായാലും അല്ലെ. ഈ ലോകം മുഴുവൻ ഭരിക്കാൻ യോഗ്യനാണ് അങ്ങ്. ഒരു നാട്ടുരാജ്യത്തെ രാജാവായിരിക്കും, ചെറിയ ആ പ്രദേശം മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ വിളിക്കുന്നത് അങ്ങനെയാണ്, എന്ത്, ത്രൈലോക്യാധിപതേ ഉണരൂ എന്നല്ല രാവിലെ വിളിച്ച് എണീപ്പിക്കുക. അതാ ഞാൻ പറഞ്ഞ, ലേശം തളിപ്പറമ്പ് എന്നുള്ള സ്ഥലത്തെ രാജാവായിരിക്കും, അയാളെ എന്ത് വിളിക്കുന്നത്, ത്രൈലോകാധിപതി എന്നല്ല. നമുക്ക് സുഖമാണ് കേൾക്കാൻ. അപ്പൊ അത് അതിന്റെ പിന്നില് വളരെ ഒരു മനഃശാസ്ത്രപരമായ ഉദ്ദേശം ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഈ സ്തുതിപാഠകരെ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇന്നുമല്ല, അപ്പൊ ഇപ്പോഴത്തെ മന്ത്രിമാർ ചെയ്യുന്നവർ അന്നും ചെയ്യാറുണ്ട്. കുറെ അല്ലെ PA വർക്ക് നടക്കുന്നുണ്ടല്ലോ, അന്നും ഉണ്ട് സ്തുതിപാഠകർ. സ്തുതിപാഠകരിൽ ഇങ്ങനെ രമിക്കുക. അപ്പൊ എല്ലാ കാലത്തും ഇതുണ്ട്. അപ്പോ ഇതിനെ വെറുക്കണം. നല്ല ഭരണാധികാരി ഇതിനെ വെറുക്കണം എന്നാ പറയുന്നത്. പഠനം, ജീവിതത്തിൽ അറിവ് നേടണം എന്നുള്ള ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യണം, സമ്മാനാത് നരകാധിപ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പൊക്കിയടിച്ച് പറയുന്നതിന് എന്ത് ചെയ്യണം, വെറുക്കണം. അടുത്ത ഒരു യാജ്ഞവൽക്യം പറഞ്ഞാണ്, പ്രഭാഷണം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ ആരും നിൽക്കരുത്. എന്താ പറഞ്ഞത്, രാക്ഷസീഭ്യ ഇവ സ്ത്രീഭ്യ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ യാജ്ഞവൽക്യം. സ്ത്രീകളെ രാക്ഷസിമാരെ പോലെ കണ്ട് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ തിരിച്ചു ആവാം അല്ലെ. എങ്ങനെ, വിദ്യ നേടണം എന്നുള്ള ആൾക്കാർ കാമുക ഭാവത്തിൽ ബൈക്കിന്റെ പുറകെ കിറുന്ന് വേണ്ടി പോകാൻ പാടില്ല. വേറൊന്നുമില്ല, പഠിക്കാൻ വിട്ടാ പഠിക്കണം, ഒറ്റ വാക്ക് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം മനുഷ്യ ജീവിതത്തിൽ 25 വയസ്സ് വരെയുള്ള സമയം വിദ്യാഭ്യാസത്തിനുള്ള, ബ്രഹ്മചര്യത്തിനുള്ള കാലഘട്ടമാണ്. ഗൃഹസ്ഥാശ്രമികൾ ചെയ്യുന്ന ഒരു കാര്യം അന്നേരം ആലോചിക്കാനേ പാടില്ല. മനസ്സിലായില്ലേ? അതാണ് ചുരുക്കി പറഞ്ഞു. 25 മുതൽ 50 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗൃഹസ്ഥാശ്രമത്തിനുള്ളതാണ് താല്പര്യമുള്ളവർക്ക്. അല്ലെങ്കിൽ നേരിട്ട് സന്യാസിയാവാം, അതിനുള്ള മാർഗമുണ്ട്. വൈരാഗ്യം വന്നാൽ ബ്രഹ്മചാരിയാകുമ്പോൾ തന്നെ വൈരാഗ്യം വന്നവൻ എടുത്തേക്ക് പോകും, നേരെ സന്യാസത്തിലേക്ക് പോകും. വൈരാഗ്യം വരാതെയാണ് പോയെങ്കിൽ ഗൃഹസ്ഥാശ്രമിയായിട്ട് തിരിച്ചു വരും, വേറെ കുഴപ്പമൊന്നുമില്ല. നേരെ ചാടി സന്യാസിയായിട്ട് 2 കുട്ടികളെ കയ്യും പിടിച്ച് ഭാര്യനെയും കൂട്ടി വീട്ടിലേക്ക് വരും ഗൃഹസ്ഥാശ്രമിയായിട്ട്. വൈരാഗ്യം ആവാണ്ട് പോയാൽ താഴേക്ക് വീഴും, വേറെ പ്രശ്നമൊന്നുമില്ല. വൈരാഗ്യം ആയിട്ടാ പോകുന്നത്, ഗൃഹസ്ഥാശ്രമിയാവും അല്ലെ. ഗൃഹസ്ഥാശ്രമം
വാനപ്രസ്ഥം, സന്യാസം, 25, 50, 75 കിട്ടിയ 100 വരെ. 100 വരെ ജീവിക്കാനുള്ള പദ്ധതി ഇങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തയ്യാറാക്കി തന്നത്. 25 വയസ്സ് വരെ വിദ്യാഭ്യാസം, അത് തീർത്തും ആ സമയത്ത് വിദ്യ നേടുക എന്നുള്ളത് മാത്രമായിരിക്കണം ആഗ്രഹം. 25 മുതൽ 50 വയസ്സിലുള്ള കാലഘട്ടത്തിൽ അല്ലേ ഭാര്യയോടുള്ള ഒപ്പമായ മക്കളോടൊപ്പമുള്ള 50 വയസ്സ് വരെ സുഖമായിട്ട്, 50 മുതൽ 75 വരെ കൂടുതൽ ആധ്യാത്മികമായിട്ട് സഞ്ചരിക്കേണ്ട സമയം. വാനപ്രസ്ഥം അല്ലേ, വനത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യണം, അല്പം വിട്ടു നിൽക്കാൻ പറ്റണം. നമ്മുടേതായ അല്ലേ പക്വത നേടിയെടുക്കുന്ന സമയമാണ്, ഒരു ഫലം പാകമാകുന്ന സമയമാണ്. 75 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, എല്ലാം മക്കൾക്കും മക്കളും കൊടുത്തേക്കുക. എഴുതി കൊടുക്കാൻ പാടില്ല, താക്കോൽ കയ്യിൽ വെക്കണം. എല്ലാവർക്കും കൊടുത്തേക്കുക, നിങ്ങൾ എന്നാ വെച്ചാൽ ചെയ്തോ, പക്ഷേ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്, അടങ്ങോട്ട്. അങ്ങനെ പരിപൂർണമായ വിട്ടുനിൽക്കൽ, വിടുതൽ, സന്യാസം എന്ന് പറഞ്ഞാൽ പറയാം, അത് പരിപൂർണ ശാന്തിയുള്ള അവസ്ഥയാണ്. അതിന് മക്കൾ നോക്കിയാലും ശരി ഇല്ലെങ്കിൽ ശരി അത് നമ്മളെ ബാധിക്കുന്ന കാര്യം. പരിപൂർണമായ ആധ്യാത്മിക പന്ഥാവിൽ മോക്ഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സമയമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് നോക്കുക നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാര് ഇതിനൊരു 4 ആശ്രമങ്ങളിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് വിദ്യ ഉണ്ടാവും, അറിവുണ്ടാവും. പ്രത്യേകിച്ച് ഏതിൽ സഞ്ചരിക്കുന്നവർക്ക്, ആധ്യാത്മിക വിദ്യയിൽ സഞ്ചരിക്കുന്നു. ഭൗതിക വിദ്യക്ക് ഇത് ആവശ്യമാണ്. കൂട്ടം കൂടി നടന്നാൽ വിദ്യ ഉണ്ടാവുമോ? ഇല്ല. തന്നെ പുകഴ്ത്തുന്നതിനെ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് അറിവുണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോളേജിൽ വിട്ട് കാമുകന്മാരുടെ ഭാവത്തിൽ കറങ്ങിയടിച്ച് സിനിമയിൽ നടന്ന് കണ്ട് ഐസ്ക്രീം പാർലറിലും പോയി അല്ലെങ്കിൽ ബീച്ചിലൂടെ നടന്നു കഴിഞ്ഞാൽ അറിവുണ്ടാവില്ല. സെമസ്റ്ററിലും തോറ്റിട്ടുണ്ടാവും. മനസ്സിലായി? അറിവുണ്ടാവില്ല. അപ്പൊ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വാളിറ്റികൾ വേണം ജീവിതത്തിൽ. വെറുതെ പറഞ്ഞല്ല യാജ്ഞവൽക്യൻ, പഴയ ചിന്തയാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ഈ ഭഗവാൻ അർജുനനോട് പറഞ്ഞ ആധ്യാത്മിക വിദ്യയിലേക്ക് അതിനെ എത്തിക്കുന്നത്. അവിടെ മാത്രമേ നിനക്ക് ശാന്തി കിട്ടൂ. നിന്റെ ദേഷ്യത്തെ നിനക്ക് നേരിടണോ? ഭൗതികമായ ഒന്നും അതിന് പരിഹാരമല്ല. ആത്മീയമായി നീ എത്രത്തോളം ഉയരുന്നോ അത് മാത്രമാണ് അതിനുള്ള പരിഹാരം. പിന്നെ പറഞ്ഞു യാജ്ഞവൽക്യൻ ഭോജന വിളംബീസ്യ, അല്ലെ, ഭക്ഷണം ഇരുന്ന് കുറേ നേരം കഴിക്കുന്ന ആൾക്കാർക്ക് വിദ്യ ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. ഒരു പരിധിയിൽ വിട്ട് ഭക്ഷണത്തോട് അമിതമായ താല്പര്യം. നച നാരീബന്ധന, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, സ്ത്രീകളുമായിട്ട് പുരുഷന്മാരുമായിട്ട് അമിതമായിട്ട് രമണഭാവമുള്ളവർക്ക് വിദ്യാഭ്യാസം കിട്ടൂല. അല്ല, സുദൂരമപി വിദ്യാർത്ഥം, എത്രയോ വിദ്യ നേടുവാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുവാൻ തയ്യാറാവണം. വ്രജേത് ഗരുഡ ഹംസവത് എന്ന് പറഞ്ഞു, അല്ലെ, ഗരുഡൻ പറക്കുന്നത് പോലെ, അല്ലെ, ഹംസം സഞ്ചരിക്കുന്നത് പോലെ അറിവിന് വേണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുവാൻ താല്പര്യമുള്ളവർക്ക് എന്തുണ്ടാവും? വിദ്യ ഉണ്ടാവും. എങ്ങനെയാ പഠിച്ച വിദ്യ ഉറക്കുക? അതും പറഞ്ഞു. ഗുണിത ശതശോ വിദ്യ, കിട്ടിയ വിദ്യയെ 100 പ്രാവശ്യം ആവർത്തിക്കണം. അതൊരു ശ്ലോകം ആയിക്കോട്ടെ, മന്ത്രം ആയിക്കോട്ടെ, എന്തും 100 പ്രാവശ്യം ആവർത്തിക്കാം. അല്ലെ, സഹസ്രാവർത്തിത പുനഃ, 1000 പ്രാവശ്യം ആവർത്തിക്കാം. പിന്നെയോ ആഗമിഷ്യതി ജിഹ്വാഗ്രേ ഫലം നിമ്നയോദകം എന്ന് പറയാം. സഹസ്രാവർത്തിത പുനഃ, 100,000 തവണ നമ്മൾ ജീവിതത്തിൽ ഒരു ശ്ലോകമോ മന്ത്രമോ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് ഓർമ്മ വരുന്നവർ. 100,000 നല്ല പ്രയാസമുണ്ട്. നമ്മൾ 3 വട്ടം വായിക്കും, ഇതെന്ന് എനിക്ക് കിട്ടൂല, അപ്പൊ നമുക്കാവില്ല, മാറ്റും. നാരായണീയ ശ്ലോകമൊക്കെ തപ്പിയെടുത്തിട്ട് 3 വട്ടം വായിക്കുന്നതിന് കിട്ടാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും. പക്ഷെ ഇവിടെ എത്രയാ പറഞ്ഞത്? 100,000 തവണ. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാനാ പറഞ്ഞത്. ആവർത്തിച്ച് മനസ്സിൽ പതിഞ്ഞാൽ അടുത്ത ജന്മം, ചില കുട്ടികളൊക്കെ പെട്ടെന്ന് 2-3 വയസ്സുള്ള കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ചൊല്ലിയിടുന്നു. 2 വയസ്സിലൊക്കെ ഉള്ളത്. എങ്ങനെയത്? ഈ ജന്മത്തിലൊന്നും ആയിരിക്കുമല്ലോ അത്, കഴിഞ്ഞ ജന്മത്തിന്റെ തുടർച്ചയാണിത്. അങ്ങനെ അവരുടെ സംസ്കാരം ഒന്ന് ഉണരുമ്പോൾ വിദ്യ അവരിലേക്ക് എത്തും. അഞ്ജനസ്യ ക്ഷയം ദൃഷ്ടം, അല്ലെ, ചന്ദ്രൻ നമ്മളുടെ എല്ലാ ദിവസവും അരക്കുന്നുണ്ട്, അല്ലെ, മഞ്ഞൾ അരക്കുന്നുണ്ട്. അത് കുറഞ്ഞാണ് വരിക, അല്ലെ. വാൽമീകസ്യ സഞ്ചയം, എന്നാൽ ചിതൽപ്പുറ്റി ഇങ്ങനെ കൂടിയും വരും. അതുകൊണ്ട് പറയുന്നു അവന്ധ്യം ദിവസം കുരിയാൽ, പഠിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുന്നവർ. ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അറിവുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അറിവ് നേടുവാൻ വേണ്ടിയിട്ട് അതിന് എന്തില്ല? സമയമില്ല. എപ്പോഴും നേടണം. അഥവാ ഇങ്ങനെ വിദ്യകൾ നേടും. അതുകൊണ്ടാണ് ഈ ഭഗവാൻ ഈ ചിന്തയെ ആധ്യാത്മികമായിട്ട് അടുപ്പിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് പറയുന്നു
നിനക്ക് ആധ്യാത്മിക വിദ്യ നേടി പരിപൂർണ ശാന്തിയിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണ, നീ നേരിടേണ്ടി വരുന്ന ചില ശത്രുക്കളുണ്ട്. അതിലൊന്നാണ് തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക. നീ ഇതിനൊന്ന് ജയിക്കൽ വലിയ പണിയാ. അപ്പം ആധ്യാത്മിക പന്ഥാവിൽ സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ, മനസ്സിലായില്ലേ, കൂടുതൽ ഇറങ്ങും തോറും നമുക്ക് ദേഷ്യം കൂടുക. നമ്മൾ പറയും അയാൾ എപ്പോൾ നാമലും ജീവിക്കും, പക്ഷെ എന്ത് വല്ലാതെ ചൂടാവും എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ ഉള്ളിലെ ക്ലെൻസിങ് നടക്കാൻ. അല്ല, ഒരു കുപ്പി എങ്ങനെ കഴുകുക, പണ്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാകും, കുറെ കല്ലെല്ലാം പറക്കിയിട്ടിട്ട് എന്ത് ചെയ്യും, കുളിക്കിറ്റ മറിക്കുക അല്ലെ, അങ്ങനെ കഴുകുക. അപ്പൊ ഈ നാമജപവും മന്ത്രജപവും ഒക്കെ കൂടുന്തോറും നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കും, ഉള്ളിലെ കാമവും ക്രോധമൊക്കെ പുറത്തേക്ക് വരും. ദേഷ്യമൊക്കെ അതും പോയിട്ടൊരു പക്വം വരാനുണ്ട്. മൊത്തത്തിൽ ഈ പക്വത വരുന്നത് വരെ സാധന കൂട്ടിക്കൊണ്ടേയിരിക്കണം. അയ്യോ, ദേഷ്യം വരുന്നൊക്കെ അതൊക്കെ നമ്മുടെ സാധനയുടെ ഭാഗമാണ്. കാമവും ക്രോധവും അതിനൊക്കെ പക്വമായ മനസ്സോടുകൂടി കണ്ട് നിയന്ത്രിച്ച് എന്താണോ നമ്മൾ സപ്രസ് ചെയ്ത് അടക്കി വെക്കുന്നത് പുറത്തേക്ക് വരും. അങ്ങനെയുണ്ട്. എന്തു അതെ അല്ലേ? അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി മനോഹരമായിട്ട് ഉദാഹരണം പറയും അല്ലെ, കുരങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല പറഞ്ഞാൽ ഇനി നമ്മൾ നാളെ മറ്റന്നാളൊക്കെ എന്നെ കാണുമ്പോൾ അത് എനിക്ക് ഓർമ്മയുണ്ടാവും. മനസ്സിലായി? ഇതുവരെ ഇല്ലാത്തൊരു ചിന്തയായിരുന്നു നിങ്ങൾക്ക്. ഇപ്പം പറഞ്ഞ എന്താണ്, ഇല്ല ഞാൻ ചിന്തിക്കൂല അതേ മനസ്സിൽ വരുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ സപ്രസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ ചിന്തകളെ അതിന്റെ രീതിക്ക് വിടുക. അപ്പൊ കാമക്രോധ ലോപമോഹാദി ഷഡ്വൈരികളെ അല്ലെങ്കിൽ അഷ്ടരാഗങ്ങളെ നമ്മൾ സപ്രസ് ചെയ്ത് അടക്കി വെക്കേണ്ടതല്ല. അത് എപ്പോഴാണോ ദേഷ്യം തോന്നുന്ന ഒരു 10 നാമം എന്ത് ചെയ്യുക, കൂടുതൽ ജപിക്കുക. വേറൊരു വഴിയില്ല. ദേഷ്യം വരില്ലേ, മനുഷ്യനായ വരും. ഒക്കെ നമ്മളൊന്നും പാറയും കൊണ്ട് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. നമുക്ക് ദേഷ്യം വരും, ഒരു 10 നാമം അധികം ജപിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നുകൂടെ കൂടി 5 എണ്ണോടെ കൂടി ലഭിച്ചു. നാമജപം കൊണ്ട് എന്തും നമുക്ക് നമ്മളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇഷ്ടദേവന്റെ നാമങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു, പരിപൂർണ ശാന്തിയായിരിക്കും. അത് എവിടെ എത്ര ദൂരം യാത്ര ചെയ്യുമ്പോഴും, ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും, ദേഷ്യം വരുമ്പോഴും, സങ്കടം വരുമ്പോഴും ഒക്കെ നമുക്ക് തരുന്ന ഒരു വലിയൊരു കരുത്താണ്. അതിലൂടെ മാത്രമേ ഇതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. വേറൊരു മാർഗമില്ല. യൂട്യൂബൊക്കെ നോക്കിയാൽ ദേഷ്യം വരുമ്പോൾ 10 പേര് എണ്ണാനും നമ്മളോട് പറയും. സാഹചര്യം വിട്ടുപോകാനോ ഒന്നും വേണ്ട. ഏത് സാഹചര്യത്തിലും നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈശ്വരനാമങ്ങൾ, നാരായണ നാരായണ എന്നുള്ള ജപോ, നമശിവായ എന്നുള്ള, അമ്മേ നാരായണ എന്നുള്ള ജപോ അത് നടത്തിക്കൊണ്ടിരുന്നാൽ നമ്മളെ മനസ്സ് അറിയാതെ ശാന്തമാവും. നമുക്ക് അനുഭവിക്കാൻ പറ്റും. അനുഭവിക്കണം. അപ്പം തുടർന്ന് പറയും, എന്നിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, കാമക്രോധാദികളെ പറഞ്ഞു വെച്ചിട്ടാണ് അവസാനമാണ് ക്രോധത്തെ കുറിച്ച് പറയുന്നത്. അല്ലാണ്ട് ആദ്യം ക്രോധത്തെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. നോക്കുക, രീതി നോക്കുക അല്ലേ? നമ്മൾ മക്കളോട് ഉപദേശിക്കാൻ, അവൻ ആത്യന്തികമായ പ്രശ്നം ആദ്യം പറയരുത്. അത് കുറെ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് അവൻ നമ്മുടെ അടുത്തിരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള മാനസിക പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥ പ്രശ്നം അവതരിപ്പിച്ച ഒരു ബുദ്ധിമുട്ടുമില്ല. അതല്ലാതെ ഒരു കുട്ടിയെ കിട്ടിയ നീ എത്ര പഠിക്കാത്ത, നിനക്ക് വേണ്ടിയിട്ട് എത്ര ഫീസ് ഞാൻ ചെലവഴിക്കുന്നു, എവിടെ കേൾക്കാൻ? അത് ആത്യന്തികമായി പറയേണ്ട കാര്യം, അത് ആദ്യം പറയാൻ പാടില്ല. അതിലേക്ക് അവനെ മനസ്സെത്തിയിട്ട് നിങ്ങൾ അവതരിപ്പിക്കുക കാര്യം, എന്നാലേ ഇത് കിട്ടുള്ളൂ. അവിടെയാണ് യഥാർത്ഥ ഉപദേശകന്റെ മാനേജ്മെന്റിങ് പവർ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിക്കണം. പറഞ്ഞു ഭഗവാൻ നോക്കൂ, ജീവിതത്തിലെ സകലമാന തത്വങ്ങളും പറഞ്ഞ്, ഈ ദേഹം നിമിത്തമാണ് നീ ഇങ്ങനെ അഹങ്കരിക്കുന്നെങ്കിൽ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ്, ആ ദേഹാഭിമാനത്തെക്കാൾ ഉപരി അതിന്റെ ഉള്ളിലുള്ള ആത്മതത്വമാണ് നിനക്ക് ആവശ്യമെന്ന് പറഞ്ഞ്, ആത്മതത്വത്തിലേക്ക് നീ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ കാമക്രോധ ലോപമോഹ മത മാത്സര്യ ഡംബാസൂയാദികൾ നിന്നെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ്, അതിൽ ഏറ്റവും വലിയ വൈരിയാണ് അർജുന, അല്ലെങ്കിൽ ഭഗവാന് എന്താണ് ലക്ഷ്മണ, ക്രോധം എന്ന് പറഞ്ഞിട്ടാണ് ക്രോധത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ആ ഒരു വേ ഓഫ് തിങ്കിങ് നമ്മളൊന്ന് നോക്കി പോവാം. ഇത് എല്ലായിടത്തും ഏത് സമയത്തും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നിട്ടാണ് ക്രോധത്തെ കുറിച്ച് അല്ലെ, ദേഷ്യപ്പെട്ടാൽ അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ എത്രയോ കാലം 5 കൊല്ലം നിരന്തരമായി ശാന്തിയോടുകൂടി നാമം ജപിക്കുന്ന ഒരുവൻ ഒരു നിമിഷം ദേഷ്യപ്പെട്ടാൽ എല്ലാം ചോർന്നു. അങ്ങനെയുണ്ട്. നമ്മുടെ ആധ്യാത്മിക ഊർജം ചോർത്തിക്കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രോധം. ശ്രദ്ധിക്കുക. ദേഷ്യം നമ്മൾ നിയന്ത്രിക്കാനേക്കാളുപരി
അത് വരാതെ ഇരിക്കാൻ നോക്കണം പരമാവധി, അല്ലേ? ഇനി വന്നതുപോലെ അഭിനയിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ടീച്ചർമാരൊക്കെ ക്ലാസ്സിൽ കാണാം ഇവിടെ പാടാന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് പൊതുവെ, കണ്ണെല്ലാം മുഴിച്ച് അല്ലേ ഇവിടെ പാടാന്ന് പറയുമ്പോൾ കുട്ടി വരും, ടീച്ചർ ഭയങ്കര ഒന്നുമില്ല, ശാന്തമാണ്. അങ്ങനെ അഭിനയിക്കാൻ നോക്കും, പക്ഷെ ശരിക്കും വരാൻ പാടില്ല. വരാതെ ഞാൻ പറഞ്ഞു വന്നാൽ അതുകൊണ്ടാണ് ഞാൻ പറയാം, ആധ്യാത്മിക ഊർജത്തെ വീണ്ടും സഞ്ചയിപ്പിക്കുവാൻ നമ്മുടെ സാധന കൂട്ടേണ്ടി വരും. 10, 15, 20, 50, 100 നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും. വെറുതെ പറയുന്നില്ല, ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നാമജപത്തിലൂടെ അല്ലാണ്ട് നമുക്കിനെ മറികടക്കാനാവില്ല. എന്നിട്ട് ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം, അല്ലെ? ക്രോധമൂലം മനസ്താപം, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കുറച്ച് കഴിഞ്ഞ ഒരു ഗിൽറ്റി വേണ്ടായിരുന്നു ഇപ്പൊ, അല്ലെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും അങ്ങനെ പറയണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു പോയി, വായിന്ന് വീണുപോയി എന്നൊക്കെയാ പറയാം. മനസ്താപം ഉണ്ടാകും മനുഷ്യന്. ക്രോധമല്ലോ നിജ കർമ്മക്ഷയം, ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നാ പറയുന്നത്. ബുധജനം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പണ്ഡിതന്മാർ, അറിവുള്ളവർ ക്രോധം പരിത്യജിക്കണം. അല്ലാത്തൊരുക്കാവാം. അറിവുള്ളവർ, ജീവിതത്തിൽ വിജയിക്കണമെന്ന് താല്പര്യമുള്ളവർ ക്രോധത്തെ പരിത്യജിക്കണം എന്ന് പറയും. ഈ ക്രോധം എവിടെ നിന്ന് ആരംഭിക്കുക, അല്ലെ? അർജുനന്റെ അല്ലെ, ഇവിടെ ലക്ഷ്മണന്റെ ആയാലും ശരി, അർജുനന്റെ ആയാലും ശരി, ഈ മാനസിക ഭാവം ആദ്യം ആരംഭിക്കുന്ന കാമത്തിൽ നിന്നാണ്. രാജ്യത്തോടുള്ള കാമവും ആണ് അർജുനനെ ഈ മനസ്താപത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെയും സത്യം പറഞ്ഞാൽ ലക്ഷ്മണന് രാജ്യഭോഗങ്ങളോടുള്ള കാമം, അല്ലെ? ജ്യേഷ്ഠൻ രാജാവാകണം, രാജ്യത്ത് സുഖമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് ലക്ഷ്മണനെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. അപ്പം ആദ്യം രാജ്യത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതേപോലെയാണ്. എങ്ങനെയാണ് വിഷയങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുക. കൃത്യമായിട്ട് ഗീത പറയില്ലേ എങ്ങനെയാണ് ക്രോധം ഉണ്ടാവുക. ക്രോധം ഉണ്ടാകുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. ക്രോധം ഉണ്ടാകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. എങ്ങനെയാണ്? ധ്യായതോ വിഷയ പുംസാൻ സംഗസ്തേഷൂപജായതേ, സംഗാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോപിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. എന്റെ ഭഗവാൻ എന്താ ഈ പറഞ്ഞത്, അല്ലെ? ഇങ്ങനെ നശിച്ച ഒരാളെ നമുക്കൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. ഇതേപോലെ നശിച്ച ഒരാളാണ് ശൂർപ്പണഖ. കേട്ടിട്ടുണ്ടോ, അല്ലെ? ശൂർപ്പണഖ നശിച്ചതിന്റെ എല്ലാ സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ധ്യായതോ വിഷയ പുംസാൻ, വിഷയങ്ങളെ ധ്യാനിച്ചപ്പോൾ. എപ്പോഴാ ശൂർപ്പണഖ വിഷയങ്ങളെ ധ്യാനിച്ചത്? ഗോദാവരി തീരത്തൂടെ ഇങ്ങനെ വെറുതെ നടന്നു പോയിരുന്നു. അപ്പോഴാണ് മനോഹരമായ കാൽപ്പാടുകൾ കണ്ടത്. കുറച്ചു നേരം വെറുതെ നോക്കിയിരുന്നു, ഒരാവശ്യമില്ല, നമുക്കൊന്ന് പോയി നടന്നു പോയപ്പോരെ, പോരാ ഇതാരേതാണ് ഇത് നോക്കി. അപ്പൊ നോക്കുമ്പോൾ ലക്ഷണമൊത്ത നല്ല ഒരു പുരുഷന്റെ കാൽപ്പാടാ. ചിന്തിക്കാൻ തുടങ്ങി. എന്ത്? ഈ കാൽപ്പാടിന് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ ഈ കാൽപ്പാടിന്റെ ഉടമയ്ക്കെത്ര സൗന്ദര്യം ഉണ്ടാവും? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. പോകുന്ന വഴിക്ക് പോയാൽ പോരെ? ഇല്ല. ഇതാണ് വിഷയങ്ങളുടെയൊക്കെ ശ്രദ്ധ പോയത പ്രശ്നം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മനസ്സ് ഒരു നിമിഷം പോയാൽ മതി, വെറുതെ പോയാൽ മതി, അല്ലെ? ഒരു ഗുഡ് മോർണിംഗ് വരുമ്പോൾ തിരിച്ചൊരു ഗുഡ് മോർണിംഗ് അയച്ചാൽ മതി. പിന്നെ ചോറായോ കറിയായോ അതായോ ചക്കയായോ മാങ്ങയോ ഇങ്ങനെ വരും. ഇന്ന് കണ്ടവർക്കൊക്കെ ഗുഡ് മോർണിംഗ്, അല്ലേ? നേരം പോലത്തെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അറിയാം. രാത്രി ഗുഡ് നൈറ്റ് വന്നറിയാം. ഇനി ഇത് കിട്ടിയിട്ട് വേണം, അല്ല. പിന്നെ ആദ്യം നീല വന്നോ പച്ച വന്നോ, ഇങ്ങനെ ഇങ്ങനെ ധ്യായതോ വിഷയ പുംസാൻ. സംഘഹ, ഒട്ടലുണ്ടാവും അതിനോട്, അല്ലെ? ഒട്ടലിന്റെ പ്രശ്നം അതാ. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒട്ടൽ. അപ്പോൾ ശൂർപ്പണഖ എന്തായി? ഈ രാമന്റെ കാൽപ്പാട് കണ്ട് രാമനോട് പിന്തുടർന്ന് പോയി രാമന്റെ മുമ്പിലെത്തി. രാമനെ കണ്ടു. ആ ഭാവത്തോടൊരു ഒട്ടൽ. കുറച്ച് ഒട്ടിയ സമയത്ത് ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു, പോരാ. എന്താ ചെയ്തത്? അല്ലെ? ധ്യായതോ വിഷയ പുംസാൻ സംഗസ്തേഷൂപജായതേ, സംഗാത് സഞ്ജായതേ കാമഹ. അവിടെ മൂല പ്രശ്നം തുടങ്ങി. രാമനോടൊരു കാമഭാവം. രാമനോട് പറയുന്നുണ്ട്, രാമ നീ എൻ്റെ കൂടെ എന്നെ ആകാശചാരണി, എവിടെ വേണം എനിക്ക്, എവിടെ ലോകത്ത് എവിടെ ഏത് സമയവും സഞ്ചരിക്കാനുള്ള പാസ്പോർട്ടും വിസ എൻ്റെ സ്വന്തമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? രാക്ഷസ രാജാവായ രാവണന്റെ സഹോദരിയാണ് ഈ ഒട്ടിയ വയറുള്ള സീതയൊക്കെ. എന്തിന്? എനിക്ക് വേറെ പണിയില്ലേ, ഒഴിവാക്ക്. ഇപ്പോഴത്തെ രാമേട്ടനാണ് പറയും, ശരിയാണ് ശൂർപ്പണഖ നീ പറഞ്ഞത്, ഓള് പോട്ട് എന്ന് പറയും. ലക്ഷ്മണ നീ ഇവിടെ നോക്ക, ഞാൻ ഇവിടെ പിറം. പക്ഷേ കാലഘട്ടം ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ ഈ
സീത ഉള്ളതാണ് തന്റെ ആഗ്രഹത്തിന് തടസ്സമെന്ന് കണ്ടപ്പോൾ കാമത്തിൽ നിന്നുമാണ് ക്രോധം ജനിക്കുക. അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് പലപ്പോഴും അതെ, കാമം നടക്കാതിരിക്കുമ്പോൾ ക്രോധമായി മാറും. പലപ്പോഴും നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ആഗ്രഹം ചിലത് നടക്കാത്തപ്പോൾ നമുക്ക് ദേഷ്യം വരും. അല്ലാതെ ആരെങ്കിലും ദേഷ്യപ്പെടുക ഇല്ല. നമ്മുടെ ഇംഗീതത്തിന് എതിരെന്താണോ വരുന്നത് അപ്പോഴേ മനുഷ്യന് ദേഷ്യം ഉണ്ടാവുള്ളൂ. ക്രോധം വന്നാൽ എന്താ കുഴപ്പം? ക്രോധം വന്നാൽ അടുത്ത പ്രശ്നം പറയുന്നത് ക്രോധാത് ഭവതി സമ്മോഹ. സമ്മോഹം എന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ പറയും ദേഷ്യം വന്ന് എനിക്ക് കണ്ണ് കാണൂല. കണ്ണ് കാണുന്നില്ല പിന്നെ നമ്മൾ എന്താ കിട്ടുന്നില്ല, എടുത്ത് എറിയും, കണ്ടതെല്ലാം പറയും. അല്ല, മുമ്പിൽ നിൽക്കുന്ന ആരാന്ന് അറിയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രോധാത് ഭവതി സമ്മോഹ. സമ്മോഹ സ്മൃതി വിഭ്രമ. ഓർമ്മ മറന്നു, ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞാൻ ആരാണെന്നും ഞാൻ ആരോടാണ് പറയുന്നതെന്നും എന്താണ് പറയുന്നത് എന്നും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇത് തണുക്കണം, എന്നാലാണ് നമ്മൾ പറയാ എന്ത് വേണ്ടേയിരുന്നു, അങ്ങനെ പറഞ്ഞു പോയി, വായിന്ന് വീണുപോയി. സമ്മോഹം, സ്മൃതി വിഭ്രമ. സ്മൃതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. സ്മൃതി വിഭ്രമം വലിയ പ്രശ്നം. ശൂർപ്പണഖ വിദ്യുജ്ജിഹന്റെ പത്നിയാണ്, രാവണന്റെ സഹോദരിയാണ്. എന്ത് കാര്യം? ക്രോധം വന്നപ്പോൾ എല്ലാം മറന്നുപോയി. എന്നിട്ടാണ് സീതയെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ലക്ഷ്മണൻ ഇടപെട്ടു. ഇത്ര നേരം അനങ്ങാണ്ട് നിന്നു. കാട്ടിൽ വെച്ച് തോന്നിയൊരു തമാശയാന്ന്, ഒരു ആവശ്യമില്ല അല്ലേ. രാമേട്ട എന്നെ വിവാഹം കഴിക്കുമെന്ന് ചോദിക്കുന്നു. രാമൻ പറഞ്ഞു ഞാൻ ഒരുത്തിനെ കഴിച്ചിട്ട് ഇവിടെ പെട്ടില്ല, ഒരുത്തനത് ആ പാറേനെ വേണ്ടി ഇരിക്കുന്നത് വെറുതെ അല്ലെ, ഓൻ ഭാര്യനും കൂട്ടാണ്ടാവുന്ന ചോദിച്ചു നോക്കുവായിരുന്നു. അടുത്ത് വെറുതെ തട്ടിക്കളി, എന്തൊരാവശ്യം. അങ്ങോട്ട് വിട്ടു. ലക്ഷ്മണൻ പറഞ്ഞു അയ്യോ നിനക്ക് രാജകുമാരിയായിട്ട് താമസിക്കണോ? അങ്ങനെയാണെങ്കിൽ ഇതാ ജ്യേഷ്ഠനാണ് രാജാവാണ്, വിട്ടു അങ്ങോട്ട്. അതുകൊണ്ട് രാമേട്ട നിങ്ങൾ തീരുമാനാക്കണം എന്ന് പറഞ്ഞു. അന്നേരമാണ് പറഞ്ഞു അല്ല, നമ്മളെവിടെ പോകുമ്പോൾ മുമ്പിൽ നടക്കുന്നതാണ് ലക്ഷ്മണനല്ലേ, അതുകൊണ്ട് നീ അവനെ കഴിച്ചുകൊണ്ട് വീണ്ടും തട്ടി അങ്ങോട്ട്. രാമന്റെ ഒരു തമാശ കളി. രാമൻ ജീവിതത്തിൽ പിന്നെ ചിരിച്ചിട്ടില്ല രാമായണത്തിൽ, തീർന്നതിനോട് കൂടി. ചില കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് സ്റ്റോപ്പ് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ തമാശ കളിച്ച് 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 ബന്ധം വഷളായി കഴിഞ്ഞാൽ തിരുത്താൻ പറ്റൂല. പക്ഷേ രാവണവധത്തിന് ഇതൊക്കെ ആവശ്യമാണ്, കഥകൾ കൂട്ടി വായിച്ചാൽ. പക്ഷേ ഈ രാമന്റെ ഒരു 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 എന്താണ് പറയാ, ഈ ഒരു തമാശ ഭാവം വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു. ഒന്ന് ആ ഭാവം മാത്രം എടുത്തു കഴിഞ്ഞു. അങ്ങനെ സ്മൃതി വിഭ്രമമുണ്ടായി. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ അല്ലെ. നമുക്ക് ഓർമ്മ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി അങ്ങ് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ആരോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റൂല. ബുദ്ധി ഉള്ളവർ ചിന്തിക്കാനുള്ള കഴിവ് മൊത്തം പോകും. ബുദ്ധിനാശാത് പ്രണശ്യതി. അതോടുകൂടി മനുഷ്യൻ നശിക്കും. ബുദ്ധിയില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട. പിന്നെ ഇതെല്ലാം തണുത്ത് നേരെ ആകുമ്പോഴത്തേക്ക് ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാവും. പലതും അല്ലെ. ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പാത്രമെടുത്ത് വളപ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. പിറ്റേന്ന് ഒരു ചിലർ വരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എറിഞ്ഞു, പിന്നെ എന്തുണ്ട് ബുദ്ധിനാശ പ്രണശ്യതി. എന്നിട്ട് രാവിലെ എവിടെ എറിഞ്ഞെന്ന് അന്വേഷിക്കുക. അപ്പം ഈ ക്രോധം മനുഷ്യന്റെ ആധ്യാത്മിക ഊർജത്തെ ചോർത്തിക്കളയുന്ന വലിയൊരു ശത്രുവാണ്. മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ സാധനയിലൂടെ ഉണ്ടാക്കിയെടുത്ത വലിയ ഊർജത്തെ മുഴുവൻ ഒരു നിമിഷം പൊട്ടിത്തെറിച്ചാൽ ഇല്ല, ജീവച്ഛവമായി പോകും മനുഷ്യൻ. അതുകൊണ്ട് ക്രോധം പരിത്യജിക്കണം. ആര്? ബുധജനം. വ്യാഴം വെള്ളിയൊക്കെ ആവാം കേട്ടാ. ബുധനാഴ്ച എന്നല്ല ഉദ്ദേശിച്ചത്. ബുധൻ എന്ന് പറഞ്ഞാൽ പണ്ടെന്നോട് ചോദിച്ചു ബുധൻ എന്ന് പറഞ്ഞാൽ, പക്ഷെ ബുധനാഴ്ച കോപിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല സുഹൃത്തെ. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്നാണ് അല്ലേ. ഇതൊക്കെ മണിപ്രവാള ഭാഷയിലാണ് എഴുത്ത്. മലയാളവും